Good morning. Yes, happy morning. So happy and blessed again to be here in this special program. ലാസ്റ്റ് ഡേ അല്ലേ? നമ്മുടെ സ്ട്രെസ് റിലീഫ് പ്രോഗ്രാമിന്റെ അവസാന ദിവസമാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മോചനം, കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെസ്സിൽ നമുക്ക് മോചനം നേടാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ വലിയൊരു ആഗ്രഹമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുണ്ടാകുന്ന ഡിപ്രഷനും തുടങ്ങിയുള്ള പ്രശ്നങ്ങളാണ്. മനസ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത ഒരു ആശ്വാസം, സന്തോഷം, സംതൃപ്തി, സമാധാനം, ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള സന്തോഷം, ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെട്ടു അല്ലേ? അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ സമാധാനവും സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നതിന് അതാണ്. നമുക്ക് എന്ത് കിട്ടിയാലും അല്ലെ, എത്ര വലിയ സമ്പത്ത് കിട്ടിയാലും, നമ്മൾ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങൾ കിട്ടിയാലും ഉള്ളിൽ അത് അനുഭവിക്കാനുള്ള യോഗം ഇല്ലെങ്കിൽ, അതിൽ ആ ഭാഗ്യം ഇല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമാണ് അല്ലേ? സ്വർണ്ണം ഉള്ളിന്റെ ഉള്ളില് സമ്പത്തുണ്ടായാലും ബന്ധങ്ങളുണ്ടായാലും ആഗ്രഹിച്ച എന്ത് കിട്ടിയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുക, അത് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ലൈഫിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇറ്റ്സ് വെരി ബാഡ് അല്ലേ? എന്തുണ്ട് എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ എന്ത് നേടി എന്നുള്ളതല്ല, വിചാരിച്ചത് പലതും കിട്ടിയില്ല എന്ന് വരാം. ചിലത് ലഭിക്കാം, ചിലത് ലഭിക്കാതിരിക്കാം. സ്വപ്നങ്ങൾ നേടാം, നേടാതിരിക്കാം. ആശിച്ചത് ലഭിക്കാം, ഇല്ലാതിരിക്കാം. എന്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ മനസ്സിനെ സന്തോഷത്തിൽ, സമാധാനത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥ അതാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് us സ്ട്രെസ് ഫ്രീ ആൻഡ് ബി ഹാപ്പി. നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കുക എന്നുള്ളത്, സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും പല ആൾ വിചാരിക്കും, ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ കുടുംബത്തിലെ ആളുകൾ വിചാരിക്കേണ്ടേ, എൻ്റെ ചുറ്റുപാടുകൾ ആൾ വിചാരിക്കേണ്ടേ? അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം സാധ്യമാണ്. വിചാരിക്കണം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. എൻ്റെ ലൈഫ് എനിക്ക് മാറ്റിയേ പറ്റൂ, എനിക്ക് കുറച്ചും കൂടെ ഹാപ്പി ആക്കേണ്ടതുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ടതുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, എൻ്റെ ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് നേടേണ്ടതുണ്ട് അല്ലെ? കുറേ കാലമായിട്ട് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളായിട്ട് നടക്കുകയാണ്, പക്ഷെ ഒക്കെ ഡിലേ, നീണ്ടുപോകണം അല്ലെ? വിചാരിച്ച പോലെ ഫാസ്റ്റ് ആവുന്നില്ല, നീണ്ടുപോകുന്നു. ഒന്നുകൂടെ സ്പീഡപ്പ് ചെയ്യണം, ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് റിസൾട്ട് സാധ്യമാണ്, അല്ലാന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതേസമയം സ്ട്രെസ്സിനെ മനസ്സിലാക്കി ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇതിന് അവയർനെസ് കൊടുക്കുന്നോ, എത്രത്തോളം നമ്മൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ ഈ ക്ലിയറിങ് നമ്മുടെ ഉള്ളിൽ നടത്തുന്നോ, അത്രത്തോളം നമ്മുടെ യാത്ര സുഖകരമായിരിക്കും എന്നുള്ളതാണ് അല്ലെ? പലപ്പോഴും ലക്ഷ്യങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും സംസാരിക്കും, പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗ തടസ്സങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടാറില്ല അല്ലെ? ആ ലക്ഷ്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരു പ്രയാസമില്ലാതെ നേടുന്ന ആൾക്കാരുണ്ട്, എന്നാൽ വളരെ കഷ്ടപ്പെട്ട് അതിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് തോന്നുന്നത്? ഈസി ആയിട്ട് നേടാൻ കഴിയുന്ന പല കാര്യങ്ങളും കഷ്ടപ്പാടിലൂടെ നമ്മൾ എന്താണ്
മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? ഒരുപാട് അത്തരം ബ്ലോക്കുകൾ ഉണ്ട്. ആ ബ്ലോക്കുകൾ എന്താ? ഇമോഷണൽ ബ്ലോക്ക്, വൈകാരികമായുള്ള ബ്ലോക്കുകളാണ്. അത്തരം ബ്ലോക്കുകളെ കണ്ടെത്തി ആ സ്ട്രെസ് അത് ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനെ കണ്ടെത്തി മാനസിക സമ്മർദ്ദങ്ങളെയും പിരിമുറുക്കങ്ങളെയും അതിന്റെ കാരണങ്ങളെയും കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. അതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളത് ചില ആളുകൾ പറയും എന്താ ചെയ്യാ, എപ്പോഴും എത്ര ചിന്തിച്ചിട്ടും നെഗറ്റീവ് തന്നെയാണ് വരുന്നത്, പോസിറ്റീവ് ആകാൻ കഴിയുന്നില്ല, മാറ്റം വരുത്താൻ വരുന്നില്ല, എന്താ ചെയ്യാൻ? ഇവിടെയാണ് കുറെ ആളുകളുടെ ഒരു പ്രശ്നം. കുറെ ചിന്തിച്ച് കുറെ പ്ലാൻ ചെയ്ത് പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചിന്ത വരുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ടെൻഷനായി പോവാണ്, സ്ട്രെസ്സായി പോവാണ്, എനിക്ക് എന്നെ തന്നെ എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് അക്സെപ്റ്റ് ചെയ്യലാണ്, അംഗീകരിക്കലാണ്, അവയർനെസ് കൊടുക്കലാണ്. നെഗറ്റീവ് ചിന്ത കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ചിന്തിച്ചു എന്നത് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇടയ്ക്ക് നെഗറ്റീവ്സ് വരും, ഇടയ്ക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും, നമ്മൾ ചില അബദ്ധങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്താൽ പോലും അതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്, അല്ലെ? അപ്പോ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമ്മൾ വെറീഡ് ആവേണ്ട കാര്യമില്ല. എന്റെ ലൈഫിൽ ഞാൻ കുറെ ആയിട്ട് പലതും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് നെഗറ്റിവിറ്റി പോകുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ സ്ട്രെസ്സായി പോവാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് അത് സ്വാഭാവികം മാത്രമാണ്, നാച്ചുറൽ റെസ്പോൺസ് ആണ്. നമ്മൾ കുറെ കാലമായിട്ട് അത് ഒരു ശീലമായിട്ട് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നുണ്ട്, ചില ആളുകൾ കാണുമ്പോൾ സ്ട്രെസ് ആവുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്ട്രെസ് ആവുന്നുണ്ട്, ചില മെമ്മറീസ് കയറി വരുമ്പോൾ സ്ട്രെസ് ആവുന്നുണ്ട്, ജോലി സ്ഥലത്ത് സ്ട്രെസ് ആവുന്നുണ്ട്, ബിസിനസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ആവുന്നുണ്ട്, ഫാമിലി സ്ട്രെസ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ അതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇത് എന്റെ മാത്രം പ്രശ്നവുമല്ല, ഇത് ഞാൻ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്. എപ്പോഴാണിത് അസ്വാഭാവികതയാവുക? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അത് വളരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലാതെ വരുന്നു എന്നുള്ളത്, സ്ട്രെസ് വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല എന്നാദ്യം മനസ്സിലാക്കുക. സ്വർണ്ണോ, സ്ട്രെസ് ഉണ്ടാവുന്നു എന്നുള്ളത് അതൊരു കുഴപ്പമല്ല, അതൊരു പ്രശ്നമല്ല, അത് സ്വാഭാവികമാണ്. സ്വാഭാവികം ഉദ്ദേശിച്ചത് നമ്മൾ അത്രയും കാലം എന്താണ് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് യൂസ്ഡ് ആണ്. അതൊരു ഹാബിറ്റ്, ഒരു ശീലമായിട്ടുണ്ട്. അപ്പൊ ആ ശീലം അത് ലോകത്ത് 95% അല്ല അതിലധികവും ആളുകൾക്കും ഈ സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അപ്പൊ അത്തരം ചിന്തകൾ വന്നത് കൊണ്ട് മാത്രം പ്രശ്നമില്ല. എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന പല ചിന്തകളും വരുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. അവിടെ ആദ്യം കൊടുക്കേണ്ട അഫർമേഷൻ, അവയർനെസ് അതാണ്. സ്ട്രെസ് ഉണ്ടാക്കുന്ന അത്തരം ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, വന്നോട്ടെ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ആ ചിന്ത, സ്ട്രെസ് ഉണ്ടാക്കുന്ന ചിന്ത എപ്പോഴാണ് നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്നത്? അവിടെയാണ് പ്രശ്നം, അല്ലെ? ചിന്ത വന്നു എന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. തോട്ട്സ് വരും, തോട്ട്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. കുറെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, തോട്ട്സ് ഞാൻ കൺട്രോൾ ചെയ്യും. തോട്ട്സിനെ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്, ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, ചിന്തകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെ? നമ്മളിൽ പല ആളുകളും സ്ട്രെസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നിങ്ങള് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്, അല്ലെ? കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ചിന്തകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ചിന്തകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിക്കുക. അപ്പൊ എല്ലാ ചിന്തകളെ നിരീക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എനർജി ലെവലിൽ ശ്രദ്ധിച്ചാൽ, എനർജി ഡൗൺ ആവുന്നുണ്ടെങ്കിൽ, അല്ലെ, ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു
മൂഡ് കിട്ടുന്നില്ല, ഒരു കാര്യത്തിലും ചെയ്യാനുള്ള ഊർജം കിട്ടുന്നില്ലെങ്കിൽ എനർജി ഡൗൺ ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് എനർജി ഡൗൺ ആവുന്നത്? നെഗറ്റീവ് ചിന്ത ഉള്ളത് കൊണ്ടാണ്. നമുക്ക് മനസ്സിലായി? ഓരോ നെഗറ്റീവ് ഫീലിങ്ങും നമ്മളോട് പറയുന്ന കാര്യം എന്താ പറയുക? നിങ്ങൾ എനർജി ഡൗൺ ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? എനർജി ഹൈ ആക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള സിഗ്നലാണ് ഓരോ നിമിഷവും നമ്മുടെ ശരീരവും മനസ്സും ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നൽകുന്നത്. അപ്പം ചിന്ത വന്നത് കൊണ്ട് മാത്രം പ്രശ്നമില്ല, ആ ചിന്ത നമ്മളെ ഡൗൺ ആക്കുന്നുണ്ടോ? എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ആ ചിന്ത നമ്മൾ എനർജിയെ ഡൗൺ ആക്കുന്നുണ്ടോ? ആ ചിന്ത കാരണം നമ്മൾക്ക് പ്രശ്നമുണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ പ്രശ്നം ചെറിയ രീതിയിൽ നമ്മൾ ബാധിക്കാൻ തുടങ്ങും. അത് ബാധിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആവുകയാണ് ചെയ്യുന്നത്. യെസ്, ഇതെന്നെ ബാധിക്കുന്നുണ്ട്, ഇതെന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ജാഗ്രത. അവിടെയാണ് നമ്മൾ ആ ചിന്തകൾ വരുമ്പോൾ അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ, നെഗറ്റീവ് ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ചിന്തകൾ വന്നോട്ടെ, അതേസമയം നമുക്ക് എന്താണ് വേണ്ടത് എന്നതിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നെഗറ്റീവ് ചിന്തകൾ വരുന്നതിന് ഭയപ്പെടാതിരിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരും, അനാവശ്യ ചിന്തകൾ വരും, വന്നാൽ പോലും അതിനെ ഭയപ്പെടാതെ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് കം. അത് വന്നോട്ടെ, വെൽക്കം എന്നാ പറയാ. എന്താ വെൽക്കം? നെഗറ്റീവ് ചിന്തകൾ വന്നോട്ടെ, ഏറി വന്നാൽ എവിടെ എത്തുന്നല്ലേ കാണേണ്ടത്, അത് വന്ന് പോയിക്കോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് പോസിറ്റീവാണ്, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള അവബോധം കൊടുത്തുകൊണ്ട് ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ടതിലേക്ക് കൊണ്ടുവരാം. അതേസമയം ഈ അവയർനെസ് വർദ്ധിപ്പിക്കുക. അപ്പോ ഇമോഷൻസ്, അവിടെയാണ് നമ്മൾ പ്രശ്നം വരുന്നത്, ചിന്തകളിലല്ല. ചിന്തകൾ നമുക്ക് ഫീലിങ്സ് ഉണ്ടാക്കുന്നു അല്ലെ? ചില ചിന്തകൾ നമുക്ക് ജസ്റ്റ് ഫീൽ ചെയ്ത് പോവുകയുള്ളൂ, നമ്മളത് ബാധിക്കൂല. തോന്നിയിട്ടില്ലേ? ചിലതൊക്കെ നമ്മൾ നെവർ ആക്കും, നെഗ്ലക്ട് ചെയ്യും, അത് വിട്ടുകളയും, നമ്മൾ ഉള്ളിലോട്ട് എടുക്കാറുണ്ടോ? എല്ലാ കാര്യങ്ങളും എടുക്കാറുണ്ടോ? ഇല്ല. ആ സമയത്ത് നമുക്കൊരു ചെറിയ ഫീൽ വരും, പിന്നെ നമ്മൾ വിടും. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. സ്വർണം, ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ആ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനെ നമ്മൾ അറിയണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫീലിങ്സും ഇമോഷൻസും തമ്മിൽ വ്യത്യാസം. 3 വാക്കുകളാണ് ഞാൻ ശരിക്കും നിങ്ങളെ മനസ്സിലേക്ക് ഇട്ടത്. ഒന്ന് തോട്ട്സ്, രണ്ടാമത്തെ ഫീലിങ്സ്, മൂന്നാമത്തെ ഇമോഷൻസ്. ഇത് വ്യത്യാസം മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്. ചിന്തകൾ നമുക്ക് ഫീലിങ്സ് ഉണ്ടാക്കും. കുറെ ഫീലിങ്സ് വരും പോകും, വരും പോകും. ചിലപ്പോൾ എന്ത് ചെയ്യും? ചെറിയ സങ്കടം വരും, വിഷമം വരും, ദുഃഖം വരും, പ്രയാസം വരും, നിരാശ വരും, അല്ലേ? അത് നമ്മുടെ ചിന്തകളെ ബന്ധപ്പെട്ട ഫീലിങ്സ് വരും. എന്നാൽ ഈ ഫീലിങ്സ് വന്ന് പോകും, ചിലപ്പോൾ നമ്മളെ ബാധിക്കണമെന്നില്ല. എന്നാൽ ഇത് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഫീലിങ്സ് ഇമോഷൻസ് ആയിട്ട് മാറും. രണ്ടും രണ്ടാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് ഇമോഷനും ഫീലിംഗും ഒന്നാണെന്നുള്ളത്. ആ ഫീലിങ്സ് എന്തായി മാറും? എനർജി ഇൻ മോഷൻ എന്നാണ് ഇമോഷൻ. എന്താ എനർജി ഇൻ മോഷൻ? അത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഡൗൺ ആക്കുന്നു, നമ്മൾ ഉള്ളോട്ടത് ഇറങ്ങുന്നു, ഉള്ളിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ? സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുന്നു. ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു? ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കും. അതാ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? നമ്മൾ സ്ട്രെസ് ഹോർമോണുകൾ അവിടെയാണ്. ആ ഇമോഷൻസ്, എനർജി ഇൻ മോഷൻ, ഉള്ളിലെ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്ന സമയത്താണ് ബോഡി മെറ്റബോളിസം സംഭവം. എന്താ ബോഡി മെറ്റബോളിസം? ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ ചേഞ്ചസ്. നമ്മുടെ ഓരോ ചിന്തകളും ശരീരത്തിൽ രാസപ്രവർത്തനം നടത്തുന്നുണ്ട്, രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണത്? ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പോ സ്ട്രെസ് ഹോർമോണുകളായ അഡ്രീനാലിനും കോർട്ടിസോളും അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്താണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? കുറച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടും, ചെറിയ രീതിയിൽ അത് വരും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നമുക്ക് ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആക്ഷൻ എടുക്കൂലേ? പെട്ടെന്ന് ആക്ഷൻ എടുക്കൂലേ? പേടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കാര്യം ചെയ്തു തീർക്കൂലേ? കുട്ടികൾക്ക് പരീക്ഷയെ കുറിച്ച് ചെറിയൊരു പേടി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക?
പേടി വരുമ്പോ ഒന്ന് പഠിക്കണം എന്നുള്ള തോന്നൽ വരും. എന്നാൽ തീരെ പേടിയില്ലാത്ത അവസ്ഥയോ അല്ലെ, ലാഘവത്തോടെ കാണൂല. അങ്ങനെയല്ലേ? ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യണം, സമയം പോകുന്നുണ്ട്, സമയം കളയരുത്, കാര്യങ്ങൾ എന്ത് ചെയ്യണം, വളരെ അടുക്കും ചിട്ടയോടെ ചെയ്യണം. നീട്ടിവെച്ച് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുമെന്നുള്ള ചെറിയൊരു സ്ട്രെസ് നമുക്ക് സ്വാഭാവികമാണ്. ചെറിയൊരു ടെൻഷൻ വരിക ജാഗ്രതയുടെ ഹോർമോണാണത്. മനസ്സിലായില്ലേ? അഡ്രിനാലിനും കോർട്ടിസോളൊക്കെ എന്ന് പറയുന്നത് ജാഗ്രതയുടെ, നമുക്ക് എല്ലാവർക്കും അഡ്രിനാലിൻ ഉണ്ട്. ഇത് ആവശ്യമുള്ള ഹോർമോണാണ്. ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന, നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന, നമുക്ക് ആ പ്രതിരോധ ശക്തി നൽകുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അഡ്രീനാലിൻ റഷ് സംഭവിക്കും. എന്താ റഷ്? അമിതമായുള്ള അഡ്രീനാലിന്റെ ഉൽപാദനം വർദ്ധിക്കുന്ന അർത്ഥം. അപ്പൊ എന്താ സംഭവിക്കുക? ടോക്സിൻസ് ബോഡിയിൽ ഉണ്ടാകും. എന്താ ടോക്സിൻസ് എന്ന് പറയുന്നത്? വിഷമായിട്ട് മാറും. അമിതമായാലേ അല്ലെ, അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ ഈ ഹോർമോൺസ് അമിതമായി കഴിഞ്ഞാൽ ബോഡിയിൽ അത് വിഷമായിട്ട് മാറുന്നു. ഈ വിഷം എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത്? നമ്മുടെ ഓരോ സെല്ലുകളിലും ഇതിന്റെ ഇമ്പാക്ട് കാണിച്ചു തുടങ്ങും. നമ്മുടെ ഓരോ സെല്ലുകളിലും, ബോഡി മൊത്തം, നമ്മുടെ ഈ കാണുന്ന ശരീരം എന്ന് പറയുന്നത് ഒരുപാട് അല്ലെ, ലക്ഷക്കണക്കിന് ട്രില്യൺ കണക്കിന് സെല്ലുകളാണ്. ഓരോ സെല്ലുകളിലും മെമ്മറി ഉണ്ട്. കഴിഞ്ഞ കാലത്ത്, ഇത്രയും കാലത്തെ നമ്മുടെ ഓർമ്മകളും സംഭവങ്ങളും എല്ലാം അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവിടെ എന്ത് ചെയ്യാണ്? ആവശ്യമില്ലാത്ത കുറേ ചിന്താ പാറ്റേണുകൾ സൃഷ്ടിക്കുന്ന ടോക്സിൻസ് അത് നിറഞ്ഞ്, നെഗറ്റീവ് എനർജി നിറഞ്ഞ് അതിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അതിനോട് നമ്മൾ യൂസ്ഡ് ആയി മാറുന്നു എന്നുള്ളത്. അത് നമുക്കൊരു ശീലമായി മാറുന്നു. അങ്ങനെ സംസാരിക്കൽ, അങ്ങനെ പെരുമാറല് ഒരു ശീലമായിട്ട് മാറും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോ ഇത് നമുക്ക് എന്താണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് തന്ന അല്ലെ ഒരു അനുഗ്രഹമാണ് ഈ ഹോർമോൺ എന്ന് പറയുന്നത്. അതേസമയം ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട്, അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും കൺട്രോള് നഷ്ടപ്പെട്ടു പോകുന്നു. അതിലൂടെ ലൈഫ് തന്നെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയർ ആവേണ്ടതുണ്ട്. അവിടെയാണ് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ടോക്സിൻസ് വർക്ക് ചെയ്യുന്നത്. ഇതെന്തായി മാറുന്നു? നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, നമ്മുടെ ബോഡിയിൽ പല സ്ഥലങ്ങളിലും വേദന ഉണ്ടാക്കുന്നു, അല്ലെ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം നഷ്ടപ്പെടുത്തുന്നു, ഉത്സാഹം നശിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ച് അവെയർ ആകുമ്പോൾ എന്താണ്? ഈ ഒരു ചിന്ത, ഈ ഒരു ബോധം കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ സബ് നമുക്ക് ആ ജാഗ്രത ഉണ്ടാകും, അല്ലെ? നെഗറ്റീവ് എന്റെ ഉള്ളിലേക്ക് അമിതമായിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു എനർജി വർക്ക് ചെയ്യും. ആ അവയർനെസ് കൊടുക്കുമ്പോൾ അമിതമായിട്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നതിൽ നിന്ന് ഒരു ഷിഫ്റ്റ് സംഭവിക്കും. അതിലൂടെ തന്നെ നമ്മുടെ ഫോക്കസ് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ വേണ്ടതിലേക്ക്, എനിക്ക് വേണ്ടത് എന്താണ്, ലൈഫിനെ അങ്ങോട്ട് ബിസി ആക്കുക, എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോക്കസിലൂടെ തന്നെ നമ്മൾ പോലും അറിയാതെ ആ അമിതമായുള്ള സ്ട്രെസ് ഹോർമോൺ ഉൽപാദനം കുറഞ്ഞു വന്ന് അവിടെ നമുക്കൊരു ആശ്വാസം തോന്നും. അവിടെയാണ് ഫ്രീഡം നമ്മൾ അനുഭവിക്കാം. അതായത് ഒരേ സമയം ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫോക്കസ് നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സ്ട്രെസ് ഹോർമോണുകൾ കുറഞ്ഞു വരും. ക്ലിയർ അല്ലേ? അത് കുറഞ്ഞു വരുമ്പോൾ അതിന് പൂർണ്ണമായുള്ള ഒരു മോചനത്തിലേക്ക് എത്തിക്കണം എന്നുള്ള, അല്ലെ? കാരണം തൽക്കാലികം കുറഞ്ഞാൽ മതിയോ? തൽക്കാലം കുറഞ്ഞാൽ പോരാ, അതിന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ഉള്ളിൽ നിന്ന് ഒഴിവാക്കി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നേടണം. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാവണം. ആഗ്രഹം ലെസ്സറിനോ? മെഡിസിൻ കഴിക്കാത്ത, മെഡിസിൻ ആവശ്യമില്ലാത്ത ആദ്യം നമ്മൾ പറഞ്ഞ അതാണ്. ഒരുപാട് മെഡിസിൻ കഴിക്കുന്ന ആൾക്ക് നിർത്താനുള്ള ഒരു അവസരമായിട്ട് അത് വരാറുള്ളത്, അല്ലെ? രോഗം വരാത്ത അവസ്ഥ എന്നുള്ളത് ഞാൻ പറയാം. മെഡിസിൻ കഴിക്കാത്ത, രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗമേ വരാത്തൊരവസ്ഥ നമുക്കുണ്ടാവണം. സോൺ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ലൈഫിൽ ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? രോഗമേ വരാത്ത അവസ്ഥ. എന്റെ ലൈഫ് അങ്ങനെയാട്ടോ. ആൾക്കാർ ചോദിക്കാണ് എന്നോട്, എനിക്ക് രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? അത് വരുമ്പോൾ എന്നുള്ളത് നമുക്ക് അങ്ങനെ ചോദ്യം ഇല്ലാന്നേ. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞ ആദ്യമൊക്കെ
നിനക്കിങ്ങനെ ഡയലോഗൊക്കെ അടിക്കാം. രോഗം വന്നാൽ വിവരം അറിയും, നിന്നോടൊക്കെ പേടിപ്പിക്കുകയാണ് നമ്മളെ. പക്ഷെ അങ്ങനെ രോഗമേ വന്നില്ലെങ്കിലോ, വരണമെന്ന് നിർബന്ധം എന്താണ്? അപ്പൊ വരൂലേ? ആൾക്കാർ ചോദിക്കാം, വരൂലേ? അപ്പൊ രോഗം വന്നാൽ അത് വരാനുള്ള കാര്യമല്ലേ? ആര് പറഞ്ഞു? അല്ലേ? നമ്മൾ അങ്ങനെ മൈൻഡ് സെറ്റ് ആയിരിക്കുകയാണ്. രോഗം വന്നാൽ വരാനുള്ളതാണ്, എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ മറ്റു പല രീതികളും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ തോട്ടം എന്ത് ചെയ്യുന്നു? സാധ്യതയുണ്ട്, വരാം. ഈ തോട്ടം എന്തായി മാറുന്നു? റിപ്പീറ്റഡ്ലി ഉള്ളിലേക്ക് കയറുമ്പോ അത് ചില ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, മനസ്സമാധാനം കെടുത്തുന്നുണ്ട്, ഭാവിയെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാകും, അല്ലേ? രോഗഭയം. ഇവിടെ ഉണ്ടാകുന്ന സാധനം എന്താ? രോഗഭയമാണ്, ഭാവിയെ കുറിച്ച് ആശങ്കയാണ്. ഒരുപാട് ആൾക്കാരെ പ്രശ്നമാണ് രോഗഭയം, അല്ലെ? എന്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളെയും പ്രശ്നമാണ് രോഗം വന്നാലോ. ആര് പറഞ്ഞോടോ രോഗം വരാനുള്ളതാണെന്ന്? നമ്മൾ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കയറി കൂടിയിട്ടുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അത് വീണ്ടും ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതെന്തായി മാറുന്നു? യെസ്, അത് ആങ്സൈറ്റി ആയിട്ട് മാറുന്നു, അല്ലെ? ആങ്സൈറ്റി, അത് ഡിപ്രഷൻ ആയിട്ട് മാറും. അങ്ങനെ അത് കൂടി വന്നു എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് മാറും. സ്ട്രെസ് ഒരു പാറ്റേൺ ആയിട്ട് മാറും. അവിടെയാണ് നമ്മളുടെ ആ വിശ്വാസങ്ങൾ, അവിടെയാണ് അവയർനെസ് കൊടുക്കേണ്ടത്. ഇത് വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇത്തരം ചിന്താ രീതികൾ, തോട്ട് പാറ്റേൺസ് രൂപപ്പെടുന്നുണ്ട്. രോഗം പാരമ്പര്യമായിട്ടുണ്ടാകും, രോഗം വരാനുള്ളതാണ്. അല്ലെ? വന്നിട്ട് ചികിത്സിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, വരാതിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നില്ല. മനസ്സിലായില്ല? എങ്ങനെ നമ്മളിൽ പഠനങ്ങൾ നടക്കുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെ കുറിച്ച് എല്ലാ പഠനവും. ഞാൻ പറയുന്നു, എന്തിനാണ് വരുത്തുന്നത് ആവശ്യമില്ലാത്തത്? അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഞാൻ വരുത്തുന്നതാണോ? അതെ, നിങ്ങൾ വരുത്തുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. അവിടെയാണ് ആ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. ഇത് വരാം, ഏത് സമയത്തും വരാം എന്നല്ലേ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാണ്. ഡോക്ടേഴ്സ് പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് ആധുനിക പഠനങ്ങൾ, ബയോളജി ഓഫ് ബിലീഫ്, വിശ്വാസം, ഇത്തരം വിശ്വാസങ്ങൾ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു ആശങ്ക, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇത് രോഗത്തെ നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ്. ക്ഷണിക്കാതെ വന്ന അതിഥിയല്ല, നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ആകർഷിച്ച് വരുത്താണ്. നമ്മളെ ആ ഉള്ളിലെ വിശ്വാസം അതിനെ വരുത്താണ് ചെയ്യുന്നത്, അല്ലാതെ അത് വരുന്നതല്ല. ഞാൻ അത് വരുത്തുന്നതല്ലല്ലോ, വരുന്നതല്ല, അല്ല, അത് വരാനുള്ള അവസ്ഥ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കൂടുതൽ സ്ട്രെസ് ആക്കി നിങ്ങളുടെ ലൈഫിനെ രോഗിയാക്കുന്നത്. മെന്റലി നിങ്ങൾ രോഗിയാക്കുന്നു. മനസ്സ് രോഗമാകുമ്പോൾ ശരീരവും രോഗമാകുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണെങ്കിൽ, ഇനി സമ്പത്തിനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കാരണം ഈ ചിന്തകൾ, കഴിഞ്ഞ കാലത്ത് അത്തരം ഓർമ്മകൾ, അല്ലെ? നമ്മൾക്ക് പല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ട്. ഫാമിലിയിൽ ബിസിനസ് തകർന്ന അനുഭവങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികമായി ചീറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്ന് പല ഓർമ്മകളായിട്ട് സെല്ലുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ അവയർനെസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഫീലിങ്സ് വരും. ആ ഫീലിങ്സ് എപ്പോഴാണ് നമ്മളെ ബാധിച്ചു തുടങ്ങുക? അതിനെക്കുറിച്ച് ആ ഒരു അവയർനെസ് ഇല്ലാതിരിക്കുമ്പോൾ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മളെ സ്ട്രെസ് ഹോർമോൺ വർക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? അത് ടോക്സിക് ആയിട്ട് മാറും. അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ആരോ പിടിച്ചു വലിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി. ഞാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, അടുത്ത മാസം 1-ാം തീയതി, അങ്ങനെ എത്ര 1-ാം തീയതി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ? അല്ല, ന്യൂ ഇയർ 2025 ജനുവരി 1-ന് ഞാൻ മാറുന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ഡേറ്റുകളും തീരുമാനങ്ങളൊക്കെ ഇടും. പക്ഷെ എന്ത് ചെയ്യില്ല, ആ സമയത്ത് അത് ചെയ്യാൻ കഴിയാത്ത വിധം ഡൗൺ ആവുന്നു. കാരണം എന്താ വെച്ചാല് സ്ട്രെസ് പാറ്റേൺസ് വർക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതിന്റെ റീസൺ മനസ്സിലാക്കിയോളൂ. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന
ഒരുപാട് പാറ്റേൺസ് ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ചിന്തകൾ എങ്ങനെ നമ്മൾ ബാധിക്കുക? ഇമോഷണൽ ബ്ലോക്കുകളായിട്ട്. അതായത് ആ ഒരു ടെൻഷനും ആങ്സൈറ്റിയും അതുപോലെ നിരാശയും ദുഃഖവും പ്രയാസവും വിഷമം എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങൾ സ്റ്റക്ക് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അതിനെന്ത് ചെയ്യാം? വെറീഡ് ആവണ്ട, ഡോണ്ട് വറി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താ? നിങ്ങൾ ഇവിടെ എത്തിയില്ലേ? ഇവിടെയാണ് അവയർനെസ്, ഇവിടെ എത്തി. അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനെ അക്സെപ്റ്റ്, ഞാൻ ഈ ഒരു അവസ്ഥയിലാണ്, ഞാൻ ഈ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്ന് എനിക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, കുറെ ആളുകൾ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്താ ചെയ്യാ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കുള്ള ശുഭ വാർത്തയാണ്, നല്ല വാർത്തയാണ്, നല്ല ന്യൂസാണ് ഞാൻ പറയുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും രക്ഷപ്പെടാൻ കഴിയും. അതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മോചനം സാധ്യമാണ്. ഹാപ്പി ആയില്ല? ഇത് കേട്ടിട്ടും സന്തോഷം വരുന്നില്ല? നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നല്ല പ്രശ്നം, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതല്ല പ്രശ്നം. ഈ അവസ്ഥയിൽ നിങ്ങൾ മാറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ കഴിയണം മാഷേ എന്ന് പറയുന്നു. എങ്ങനെ യെസ് വെരി ഗുഡ് ഷമീർ അടിപൊളി. കമോൺ, ഈ ഹാപ്പി ആവൂ, കാരണം മാറാൻ കഴിയും. ഞാനാണ് തെളിവ്. നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ക്ലാസ് കേട്ടിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? എത്രയോ ആളുകൾ മാറിയിട്ടുണ്ട്. മാറ്റം സാധ്യമാണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് കൊടുക്കുക. ഉറപ്പായിട്ടും മാറ്റം സാധ്യമാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ കേൾക്കാൻ ഇവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ മാറ്റം ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടല്ലേ? ആ ആഗ്രഹം അതിന് നന്നായിട്ട് ശക്തിപ്പെടുത്തുക, ഫ്യൂൽ കൊടുക്കുക. ആഗ്രഹത്തിനും എന്ത് ചെയ്യുക? നന്നായിട്ട് ഇന്ധനം കൊടുക്കുക അല്ലെ? അതിനെന്ത് ചെയ്യുക? നന്നായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞതുപോലെ ആഗ്രഹത്തിന് എന്ത് ചെയ്യുക? ആ ഒരു സ്പാർക്ക് കൊടുക്കുക. നല്ല ശ്രമം. മാറണം, മാറ്റം സാധ്യമാണ് എന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. ക്ലിയർ അല്ലേ? എങ്ങനെ മാറ്റം സാധ്യമാണ് എന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. തീവ്രമായുള്ള ആഗ്രഹം, ശക്തമായുള്ള പ്രതീക്ഷ, കാര്യങ്ങൾ ചെയ്യാനുള്ള ചടുലത അല്ലെ, ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാറ്റം സാധ്യമാണ്. അപ്പോ അത്തരം നെഗറ്റീവായുള്ള ഇമോഷൻസ് നമ്മളെ ബാധിക്കുമ്പോൾ, അതാണ് ചിന്തകൾ വരുന്നതല്ല, ആ ചിന്തകൾ നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും, നെഗറ്റീവ് എനർജിയാണ് ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. ആ നെഗറ്റീവ് എനർജിയുടെ പേരാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിലല്ല അല്ലെ, നമ്മൾ മനസ്സ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ശരീരം. മനസ്സ് വേറെയല്ല, അത് ശരീരം തന്നെയാണ്. പല ആളുകളും മനസ്സെവിടെ ചോദിക്കാറുണ്ട് അല്ലെ. അത് തലയിലാണോ, തലച്ചോറിലാണോ, അത് ഹൃദയത്തിലാണോ, നെഞ്ചിലാണോ, കാലിലാണോ എന്നൊക്കെ ചോദിക്കും. അത് എവിടെയുമല്ല, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും മെമ്മറിയാണ്. അതായത് മെമ്മറി എന്ന് പറയുന്ന മൈൻഡ് തന്നെയാണ്. നിങ്ങളെ മനസ്സെന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ ശരീരത്തെ നോക്കിയാൽ മതി അല്ലെ. നിങ്ങളുടെ ശരീരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യമുള്ള മനസ്സാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലെ അസ്വസ്ഥതയാണ്. ക്ലിയർ അല്ലേ? ആ മൈൻഡ് ബോഡി കണക്ഷനെ നിങ്ങൾ അറിയുന്ന സമയത്ത് അവിടെ തന്നെ ആ അവബോധത്തിന്റെ ശക്തിയിൽ മാറ്റം വരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇമോഷണൽ ഫ്രീഡം, അതായത് ഈ വൈകാരികമായുള്ള ഫ്രീഡം. ചിലക്കാർ ചോദിക്കും ഈ ഫ്രീഡം എങ്ങനെയാണ്? അതെ, കാരണം നമ്മുടെ ഉള്ളിൽ ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി പുറന്തള്ളേണ്ടതുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അത് പുറന്തള്ളാതെ നമ്മൾ പോസിറ്റീവ് കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഉള്ളിലെ നെഗറ്റിവിറ്റി പുറന്തള്ളണം. ഉള്ളിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഊർജം പുറന്തള്ളണം. അത് തള്ളാതെ നമ്മൾ പുതിയ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടില്ല. ഉറപ്പല്ലേ? ക്ലിയർ അല്ലേ? ക്ലീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലീനിങ് നമുക്ക് നമ്മുടെ നാട്ടിലൂടെ റോഡ് പണി നടക്കുന്ന സമയത്ത് എത്ര തവണയാണ് അവിടെ എത്ര അല്ലെ, ആ പണിക്കാരെക്കാളും കൂടുതൽ അവിടെ ക്ലീനിങ് ജോലിക്കാരായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ?
അത് ക്ലീൻ ചെയ്ത് അവസാനം ഒരു സാധനം അടിക്കൂല, ഒരു എയർ അടിക്കൂല, കണ്ടില്ലേ? ആ പരിസരത്ത് നിൽക്കാൻ കഴിയില്ല. ആ വീട്ടിലും ആ പരിസരം മൊത്തം പൊടിയായിരിക്കും. അവസാനത്തെ പൊടിയും തരിയും ഒഴിവാക്കി അവിടെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടാണ് അവിടെ റോഡ് ടാറിങ് ചെയ്യും. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാതെ ടാർ ചെയ്താൽ നമുക്കറിയാം പല റോഡുകൾക്കും ശോചനീയാവസ്ഥ വരാൻ കാരണം അതിൽ അഴിമതി കാണിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെ അഴിമതി? ഒന്ന്, അത് വേണ്ട രീതിയിൽ അതിന് പ്രിപ്പയർഡ് ആക്കുന്നില്ല, അല്ലേ? മറ്റൊന്ന്, അതിന് പ്രോപ്പറായുള്ള രീതിയിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിലേക്ക് കൊടുക്കേണ്ട അളവിൽ മെറ്റലും അതിന്റെ ടാറും അതിന്റെ കണ്ടൻസ് ഒന്നും കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ല. അത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴത്തെ റോഡുകളൊക്കെ പെട്ടെന്ന് ഒരു മഴയും വെയിലും കഴിയുമ്പോഴേക്ക് തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ഫൗണ്ടേഷൻ, അല്ലെ? അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? തകർന്നിരിക്കുന്നു. അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഫൗണ്ടേഷൻ ആട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പെട്ടെന്ന് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നതിന് പകരം നമുക്കുണ്ടാവേണ്ട മൈൻഡ് സെറ്റ് എന്താ പറയുക? നിങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. എന്താണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? അവയർനെസ് ആണ്. എന്താണ് ഫൗണ്ടേഷൻ? നമ്മൾ ക്ലീൻഡ് ആവേണ്ടത്, നമ്മൾ ആ വഴികൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ലീനിങ് നടക്കേണ്ടതുണ്ട്, അല്ലെ? കുറെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സെറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, അത്ര വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടണമെങ്കിൽ അതിന് ഞാൻ കൂടുതൽ അർഹത നേടേണ്ടതുണ്ട്. എൻ്റെ ഉള്ളിൽ അതിനെന്ത് ചെയ്യണം? ഒരു ക്ലീനിങ് പ്രോസസ് നടക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത എല്ലാ ബ്ലോക്കുകളും ഞാൻ ഹീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലത്ത്, എവിടെയാണ് പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാ? ഇത് കഴിഞ്ഞ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവായുള്ള എക്സ്പീരിയൻസ്, അതൊക്കെ മറന്നു പോയി എന്നാണ് നമ്മൾ വിചാരിക്കുക. അതൊക്കെ പാസ്റ്റ് അല്ലേ, അത് കഴിഞ്ഞു പോയില്ലേ, എന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഇപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഉണ്ട്. ഇപ്പോഴും സ്ട്രെസ്സും ടെൻഷനും അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തെ ആ കാര്യങ്ങൾ, ആ അനുഭവങ്ങൾ, മെമ്മറീസ്, അത്തരം ഓർമ്മകൾ നിങ്ങളെ വിട്ടു പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് വിട്ട് ക്ലിയർ ആക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം. അപ്പൊ പതിയെ നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ പാസ്റ്റിനെ നമ്മൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമായുള്ള കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞത്. എന്താണ് ആ ദുരനുഭവങ്ങൾ? നമ്മുടെ ഉള്ളിൽ ടോക്സിക് ആയിട്ട് കിടക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ സെല്ലുകളിൽ. അതിന്റെ പേരാണ് സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും മനസ്സിലാക്കുക? പല ആളുകൾക്കും അറിയാത്തൊരു ഏരിയയാണ്. നമ്മളെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഈ കാണുന്ന ശരീരത്തിൽ തന്നെയുണ്ട് എന്ന്. 3 കാര്യങ്ങളിലൂടെ നമുക്ക് എക്സ്പീരിയൻസ്. എങ്ങനെയാണ്? നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുകളിൽ നിന്ന് എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ നേടിയ എഡ്യൂക്കേഷൻ. 3 ഈകളെ കുറിച്ച് പറയാറില്ല. എന്തൊക്കെയാണ്? നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ സ്വീകരിച്ചത്, അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ചുറ്റുപാടുകൾ, നമുക്ക് ഇത്രയും കാലം കിട്ടിയ അനുഭവങ്ങൾ, എഡ്യൂക്കേഷൻ, നമ്മൾ ഇത്ര കാലം പഠിച്ച വിദ്യാഭ്യാസം, അത് നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ച കുറേ കാര്യങ്ങൾ, ഇതെല്ലാം സെറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം നെഗറ്റീവായുള്ള മെമ്മറീസ് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി അതുണ്ടാക്കുന്ന എന്താണ്? സ്ട്രെസ്. കാരണം ചില പ്രത്യേക എപ്പോഴും അത് വർക്ക് ചെയ്യില്ല, അല്ലെ? അതെപ്പോഴും വർക്ക് ചെയ്യില്ല. ചില പ്രത്യേക സാഹചര്യത്തിലായിരിക്കും, ചില പ്രത്യേക വ്യക്തികളെ കാണുമ്പോഴായിരിക്കും, ചില പ്രത്യേക സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും, അല്ലെ? എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യില്ല. ശ്രദ്ധിച്ചില്ല? ചിലപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും, പക്ഷെ ഒരാളെ കണ്ടു, ഏതൊരാളെ കണ്ടു, അതോടുകൂടെ അന്നത്തെ ദിവസം പോയി, അല്ലെ? പറയല്ലേ, ഞാൻ അവനെ കണ്ടതോടുകൂടെ പോയി എന്ന് പറയാറുണ്ട്, അല്ലെ? ഇന്ന് ഞാൻ രാവിലെ അവനെ കാണണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഇറങ്ങിയത് തന്നെ അവനെ രാവിലെ കണ്ടത്. പ്രശ്നം നമ്മൾ അവനെ കുറ്റപ്പെടുത്തൂലേ? ഇവിടെ കുറ്റം അവന്റേതാണോ? കുറ്റം അവന്റേതാണോ? അല്ല, അത് നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് അവനെ കണ്ടതല്ല പ്രശ്നം. അത് നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യാൻ എന്തോ ഒരു കാരണമുണ്ട്, അല്ലെ? അപ്പം എന്തോ ഒരു വിശ്വാസമുണ്ട്, എന്തോ ഒരു നെഗറ്റീവായുള്ള ചിന്താ രീതി അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ കേവലം ചിന്തയല്ല, അത് ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി ആയി കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു ടോക്സിക് ആയിട്ടുള്ള എനർജി ആയി കിടക്കും, നെഗറ്റീവ് എനർജി ആയി കിടക്കും. ആ എനർജി എവിടെ കിടക്കുന്നത്? ബയോ കെമിക്കൽ ചേഞ്ചസ്. അത് ബോഡിയിലുണ്ട്, നിങ്ങളുടെ ശരീരത്തെ അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്
കാണുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, സ്ട്രക്ക് ആവുന്നത്. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ അത് കേൾക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ചില കളറുകൾ കാണുമ്പോഴായിരിക്കാം അത് എന്താ നമ്മൾ ഫ്രീസ് ആകും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മൊമെന്റിൽ തന്നെ അവയർനെസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആ മൊമെന്റിൽ നിന്ന് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം യെസ്, അപ്പൊ എനിക്ക് ഇന്ന ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്, ഇന്ന കാരണം കൊണ്ട് എന്ന് ഒരു അവബോധം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സെൽഫായിട്ട് ഇരിക്കുക, വീട്ടിലേക്ക് ചെല്ലുക, പേനയും ബുക്കിടുക. എന്തുകൊണ്ട് ഞാൻ സ്ട്രെസ് ആകുന്നു, ഇന്ന ആളെ കാണുമ്പോൾ ഞാൻ സ്ട്രെസ് ആവാനുള്ള കാരണം എന്താ, അപ്പൊ മെമ്മറി കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലുള്ള ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇതെങ്ങനെ കണ്ടെത്താം? ഒന്നുകിൽ ഇയാളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ ഇയാളെ പോലുള്ള മറ്റൊരാളുടെ ഒരു അനുഭവം ഉണ്ടാകും. കാഴ്ചയിൽ അതേ ഫേസ് ഉള്ളതായിരിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ കുറെ പേരുണ്ടല്ലേ, അതാ പറയുന്നത്, കുറെ ആൾക്കാർ പറയുന്നത്, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ശ്രദ്ധിക്കണേ, അങ്ങനെ ഒരുപാട് മുഖങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി വർക്ക്, നമ്മൾ പോലും അറിയാതെ അത് ആവർത്തിച്ച് വർക്ക് ചെയ്യാണ്. അപ്പൊ വീട്ടിൽ നമ്മൾ സ്വയം ഒരു പേനയും ബുക്ക് എടുത്തിട്ട് ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ കിടക്കണം. അതാണ് അതിന് പരിഹാരം. തിരിച്ചറിവുണ്ടായിട്ട് അത്തരം നെഗറ്റീവായുള്ള പാറ്റേൺസ് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയ ചില മാർഗങ്ങൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ് പറഞ്ഞത്? താൽക്കാലികമായിട്ട് ആ പ്രാക്ടീസിലൂടെ നമ്മൾ കുറച്ച് എന്തൊക്കെ പറഞ്ഞു ഇന്നലെ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടൈപ്പ് ചെയ്യൂ. ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി ഡീപ് ബ്രീത്ത്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നുള്ള ഷിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഡീപ് ബ്രീത്ത് അല്ലെ. ഒരു മാർഗം നമ്മൾ പറഞ്ഞു ഡീപ് ബ്രീത്തിങ് എടുക്കാം. മറ്റൊരു മാർഗം പറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെ. എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി? നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ആ സ്ഥലം മാറുക. ആ സ്ഥലം മാറിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുക. മറ്റൊന്ന് നമ്മൾ എന്ത് പറഞ്ഞു? പ്രാണായാമം പറഞ്ഞു അല്ലെ. ഇങ്ങനെ എടുത്തിട്ട് ഓർമ്മയില്ലേ? ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. ഒരു നോസ്ട്രിലിന് അടച്ചു പിടിച്ച് അതിലൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്വാസം എടുത്ത് മറ്റു നോസ്ട്രിലൂടെ എന്ത് ചെയ്യുക, അത് നമ്മളെ ശ്വാസം. കാരണം ഈ ബ്രീത്തിങ്ങിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ടോക്സിൻസിനെ റിലീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായ ടെക്നിക്കാണ് ബ്രീത്തിങ്. നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം എല്ലാവരും. എന്റെ റിക്വസ്റ്റ് ആണ്. ബ്രീത്തിങ് എക്സസൈസ് അത്രയും പവർഫുൾ ആണ്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് പ്രാണായാമം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ സാധനം ഇന്നലെ നമ്മൾ ചെയ്ത പ്രാണായാമം. ഇത് മറക്കരുത്. ഇങ്ങനെ ഇത് അടച്ചുകൊണ്ട് ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കൂ. ഡീപ്പായിട്ട് എന്നിട്ട് ചെയ്യാം. എന്നിട്ട് അടിച്ചു പിടിച്ച് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിനെ കൂളാക്കാം. ക്ലിയർ അല്ലേ? ഇതേപോലെ നമ്മൾ എന്ത് പറഞ്ഞു നമ്മളെ? അതെ, നമുക്ക് മറവി കൂടുതലുണ്ടെങ്കിൽ, നമുക്ക് അസ്വസ്ഥ ഉണ്ടെങ്കിൽ, നമുക്ക് ഇത്തരം എനർജി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഓർമ്മശക്തിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും, ആശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ബ്രീത്തിങ് പറഞ്ഞു, ഗൈഡഡ് അല്ലെ. ഗൈഡഡ് എന്താണ് ഇമേജ്. ഇപ്പൊ ഒരാള് മെഡിറ്റേഷൻ കൂടെ ചെയ്യുക. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് മെഡിറ്റേഷൻ ഉണ്ട്, അതിന് കൂടെ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഡെയിലി ചെയ്യണം, എല്ലാം ഡെയിലി ചെയ്യണം. ഡെയിലി ഭക്ഷണം കഴിക്കണം, ഡെയിലി കുളിക്കണം, വേണം. അതുപോലെ തന്നെയാണ് ഡെയിലി നമ്മൾ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന എന്ത് ടെക്നിക്ക് ആണെങ്കിലും ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്. എന്ത് പ്രാക്ടീസാ എന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഡെയിലി ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അത് ഡെയിലി കുറച്ച് സമയം മാറ്റും. ഡെയിലി പ്രാക്ടീസ് എന്നുള്ളത് വളരെ വളരെ അതിന് പ്രത്യേകമായ സമയം ഫിക്സ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. ഡെയിലി രാവിലെ 6 മണിക്ക്, ഡെയിലി രാവിലെ 5 മണിക്ക്, അല്ലെങ്കിൽ 7, അങ്ങനെ ഒരു ദിവസം രാവിലെ, ഒരു ദിവസം വൈകുന്നേരം, ഒരു ദിവസം ഉച്ചക്ക്, അതിന് റിസൾട്ട് കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ. ഒരു സമയം നിങ്ങൾ ഇനി ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
ഒരു സമയം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഡിസിപ്ലിൻഡ് പ്രാക്ടീസ്. ലോകത്ത് വിജയിച്ച ആളുകളെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് പ്രാക്ടീസ്, അച്ചടക്കമുള്ള പ്രാക്ടീസാണ്. അതാണ് നിത്യാഭ്യാസി ആനയെടുക്കും. അലീഷ പറഞ്ഞു, വെരി ഗുഡ് അല്ലെ. നന്നായിട്ട് അഭ്യസിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായുള്ള പാറ്റേൺ നമുക്ക് പ്രാക്ടീസിലുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു 90 days എങ്കിലും നമുക്ക് കിട്ടിയ ഈ പ്രാക്ടീസ്, നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രാക്ടീസ് നമ്മൾ തുടരണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. എന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയത് മുതൽ പ്രാക്ടീസ്. ചില ആളുകൾ വിചാരിച്ച 1-2 ദിവസം പ്രാക്ടീസ് ചെയ്താൽ എന്താ മാറാത്തത്, അത് താൽക്കാലികം മാത്രമേ ആശ്വാസം ഉണ്ടാവുള്ളൂ. 90 ദിവസം തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്ത് മാറിയില്ലെങ്കിൽ എന്നോട് പറ, അങ്ങനെ സംഭവിക്കൂല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രാക്ടീസ് 90 ദിവസം നിങ്ങൾ ചെയ്തിട്ട് മാറ്റം വന്നില്ലെങ്കിൽ ഐ ചലഞ്ച് ചെയ്യൂ. അങ്ങനെ സംഭവിക്കൂല. ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുക്കാതെ 90 days നല്ല ഫോക്കസ് ആയിട്ട് നിങ്ങൾ 3 മാസം നിങ്ങളുടെ ലൈഫിന് വേണ്ടി 1.5 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചാൽ ക്ലിയർ അല്ലേ? അതാണ് എന്ത് ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പലതും ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ ചെയ്യും. ഇതിന്റെ കൂടെ ഇതൊക്കെ ഇമോഷണൽ ഫ്രീഡം ആണ് കേട്ടോ. ഇതൊക്കെ ഇമോഷണൽ ഫ്രീഡം ആണ് നമ്മളുള്ളില്. എന്നാൽ ചില പാറ്റേണുകൾ ഉള്ളിൽ സെറ്റ് ആയുള്ള ടോക്സിക് ആയുള്ള ചില പാറ്റേണുകൾ ഉണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. ആ പാറ്റേണുകളുടെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെ പൊട്ടിച്ചൊഴിവാക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ? ഇപ്പൊ ചില വിശ്വാസം ഇപ്പൊ എങ്ങനെയാക്കിയോണ്ട് താൽക്കാലിക ആശ്വാസം ഉണ്ടെങ്കിലും ഉള്ളിലെ വിശ്വാസങ്ങൾ മാറിയിട്ടുണ്ടാവില്ല, ഉള്ളിലെ ചിന്താ രീതികൾ മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ തെറ്റായാലും അത്തരം ചിന്താ പാറ്റേണുകൾ അതിന്റെ റൂട്ട് കോസിൽ ചെന്ന് പൊട്ടിച്ച് കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോകത്തിന് ഏറ്റവും ഫാസ്റ്റ് അല്ലെ, ഫാസ്റ്റ് ഗ്രോയിങ് ഗിവിങ് റിസൾട്ട്സ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ റിസൾട്ട്സ്, അതായത് ആ എക്സ്പെരിമെന്റിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കണ്ട ഒരു ടെക്നിക്കാണ്, ഒരു തെറാപ്പിയാണ് എന്ത് EFT എന്ന് പറയുന്നത്. അപ്പൊ EFTയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെല്ലുകളിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യും. അതാണ് സെല്ലുലാർ ഹീലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെല്ലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ചിന്തകളും അനാവശ്യമായുള്ള നെഗറ്റീവായുള്ള ചിന്തകൾ ഉള്ളിൽ ടോക്സിൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് റൂട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് EFT ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ അതിനാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്യാം. അപ്പൊ ഈ പ്രശ്നം EFTയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയും, ഞാൻ ഇപ്പോൾ ഈ പ്രശ്നം അനുഭവിക്കുന്നു എന്ന് പറയലാണ്. അക്സെപ്റ്റൻസ്. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് അല്ലെ, ടെൻഷൻ ഉണ്ട്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തൽക്കാലം ഇങ്ങനെ ഒളിച്ചു വെച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സങ്കടം ഉണ്ടോ? വിഷമമുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങളിപ്പോ ഇങ്ങനെ മറച്ചു വെക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടല്ലേ. പുറത്തേക്ക് ചിരിക്കുന്നുണ്ട്, ഉള്ളിൽ കരയുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പുറത്തേക്ക് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ എവിടെയോ സാധനം ഉണ്ട് ഉണ്ട്. അപ്പൊ എന്താ? എല്ലാവരും സ്ട്രൈറ്റ് ആയിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും, നേരെ. എന്താണ് ആദ്യം നമ്മൾ ആ ബോധം കൊടുക്കേണ്ടത്? ഉണ്ട് ഉണ്ട്, ഇല്ല എന്ന് പറയരുത് കേട്ടോ. ആദ്യം നമ്മൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഒരു കാരണവശാലും പറയരുത്. കാരണം അത് ഒളിച്ചു വെക്കലാണ്. ഒളിച്ചു വെച്ചത് കൊണ്ട് അത് ഇല്ലാതെ ആവുന്നില്ല. ഇപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട്. എല്ലാവരും സ്ട്രൈറ്റ് ആയിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഇപ്പോൾ എനിക്ക് ഈ സ്ട്രെസ് ഉണ്ട്, ഇപ്പോൾ എനിക്ക് ഈ ടെൻഷൻ ഉണ്ട്, ഇപ്പോൾ എനിക്ക് ഈ സാമ്പത്തിക പ്രയാസമുണ്ട്, ഇപ്പോൾ എനിക്ക് ഈ ഫാമിലി ഇഷ്യൂ ഉണ്ട്, ഇപ്പോൾ എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? ഇപ്പോഴല്ല, എപ്പോഴും ഉണ്ട്. ഈ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. യെസ്. എങ്കിലും അവിടെയാണ്. എങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നു. എങ്ങനെ? എങ്കിലും ഒന്ന് കണ്ണടച്ച് ദീർഘശ്വാസം കേട്ടോ. എടുക്കുന്ന ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ഇപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട്,
എങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ അംഗീകരിക്കുന്നു, എന്നോട് ക്ഷമിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഈ പ്രശ്നമുണ്ടെങ്കിലും, ഈ സ്ട്രെസ് ഉണ്ടെങ്കിലും, ഈ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കും. ഇത് പറയുമ്പോ ചിലപ്പോൾ ഉള്ളിൽ ആ സ്നേഹം ഫീൽ ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എന്തായാലും ശരി, ഇറ്റ്സ് ഓക്കെ. ഞാൻ അതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാണേ. നിലവിലെ അവസ്ഥയിൽ അതുപോലെ ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു, എന്നെ അംഗീകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. നിലവിൽ ഞാൻ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അതേ അവസ്ഥയിൽ, അതേ അവസ്ഥയിൽ, ഇതേ സ്ട്രെസ് ഉള്ള അവസ്ഥയിൽ, ഇതേ ടെൻഷൻ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ ഞാനെന്ന എന്നെ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? മനസ്സ് പറയും ഈ ബുദ്ധിമുട്ടാണെന്ന് പറയാം, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് സ്നേഹിക്കല് തോന്നുന്നുണ്ട്. ഇറ്റ്സ് ഓക്കേ. എന്ത് ചിന്തകൾ വന്നാലും, എന്ത് ഫീലിങ്സ് വന്നാലും, എന്തെല്ലാം അസ്വസ്ഥതകൾ ഫീൽ ചെയ്താലും എനിക്ക് എന്നോട് സ്നേഹമാണ്, എനിക്ക് എന്നോട് ഇഷ്ടമാണ്, ഞാൻ എന്നെ സ്നേഹിച്ചേ പറ്റൂ. കാരണം അത് ഞാൻ തന്നെയാണ്. എനിക്ക് എൻ്റെ ലൈഫിനെ ഇഷ്ടമാണ്, എനിക്ക് ജീവിക്കണം അല്ലേ? എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം കൊണ്ടുവരും. അപ്പൊ എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും സന്തോഷമുള്ള നിമിഷം നിങ്ങൾക്ക് എന്താണ് ബർത്ത്ഡേ സമ്മാനം കിട്ടിയതായിരിക്കും, കല്യാണം കഴിച്ചതായിരിക്കാം, കുട്ടികൾ ഉണ്ടായതായിരിക്കാം, അല്ലെ? ഏറ്റവും മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്നില്ല, ഇറ്റ്സ് ഓക്കെ ജസീറ, അത് അങ്ങനെ തന്നെ പറയും. ഇല്ലെങ്കിലും അങ്ങനെ തന്നെ പറയാം, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, റെഡി ആയിരിക്കും, സാരമില്ല. സന്തോഷമുള്ള നിമിഷം ആലോചിച്ചു ലൈഫിൽ സന്തോഷം ഉണ്ടാക്കിയ നിമിഷം വരുന്നില്ല? സന്തോഷം ഉണ്ടാക്കി കുറെ നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടില്ല? ഓക്കെ, ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സന്തോഷം ഉണ്ടാക്കി ഒരു നിമിഷം ആലോചിക്കും, വരുന്നില്ലേ? സന്തോഷം ഉണ്ടാക്കി ഒരു നിമിഷം, ഒറ്റ നിമിഷം, അത് മാത്രം ശ്രദ്ധിക്കും. ഒരുപാട് കാര്യങ്ങൾ സന്തോഷം ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, എല്ലാവരും. ആ സന്തോഷ നിമിഷത്തെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇല്ല, ഒറ്റ നിമിഷം സന്തോഷമല്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ നോക്കാനായിട്ടാണ്. എത്രയോ സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് 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 ഉണ്ട്, സന്തോഷ നിമിഷങ്ങളുണ്ട്. ആ സന്തോഷ നിമിഷങ്ങളെ മനസ്സിൽ വീണ്ടും 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 കൊണ്ടുവരാം. യെസ്, കുട്ടിക്കാലം ഉണ്ടല്ലേ? ആ സന്തോഷം ദുഃഖത്തിന് കാരണം എങ്ങനെ? അതാണ് നിങ്ങളെ കുഴപ്പം. സന്തോഷം മാത്രമല്ല അതിലെ ദുഃഖമല്ല, ആ സന്തോഷത്തിലേക്ക് മൈൻഡിനെ കൊണ്ടുവരും. ദുഃഖത്തിലേക്ക് കൊണ്ടുവരാൻ ആരെ പറഞ്ഞത്? ദുഃഖത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമാണ് അല്ലേ? സന്തോഷം കൊണ്ടുവരാൻ ഇഷ്ടമല്ല? ആ, എന്ത് കാര്യം? സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പൊ സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ, സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യും. സങ്കടം ഉണ്ടായിക്കോട്ടെ, സങ്കടം അവിടെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ശ്രദ്ധ എങ്ങോട്ട് കൊണ്ടുവരാ? സന്തോഷത്തിലേക്ക് കൊണ്ടുവരാ. ആ, ഹാപ്പി 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 ഹാപ്പി, യെസ് 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 യെസ്. സന്തോഷത്തിലേക്ക് മൈൻഡിനെ കൊണ്ടുവരും. നമുക്ക് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നേ. കഴിയും, പറ്റും, സാധിക്കും. പറയൂ, കഴിയും, പറ്റും, സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, കഴിയും, സാധിക്കും. അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നു. കമാൺ. യെസ്.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിനെ ആ സന്തോഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. വെരി ഗുഡ്. എന്നിട്ട് പറയാ, ഈ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അതാണ് പറയുന്നത്. ഈ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ആഹാ, അടിപൊളി. ഇത് ഞാൻ 2-3 പോയിന്റ് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇതുവരെ പബ്ലിക്കിനെ എങ്ങനെ ഫ്രീ ആയിട്ട് ഈ ടാപ്പിംഗ് പഠിപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. യെസ്, ആദ്യമായിട്ട് പറയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ തലക്ക് മുകളിൽ ഇവിടെ എന്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും. EFT ടാപ്പിംഗ് എന്നാണ് പറയാ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ പ്രയാസം ഉണ്ടെങ്കിലും, ഈ വിഷമം ഉണ്ടെങ്കിൽ, അല്ലെ, ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കും. ഐബ്രോ പോയിന്റ് എന്ന് പറയുന്നത്, ഐബ്രോ പോയിന്റ്, പുരികത്തിന്റെ ഈ ഭാഗം. ഈ പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കും. സൈഡ് ഓഫ് ദി ഐ. ഈ പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എന്നെ, ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ. ക്ലിയർ അല്ലേ? അണ്ടർ ദി ഐ, കണ്ണിന് താഴെ. ഈ പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കും. ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ശ്രദ്ധ സന്തോഷത്തിലേക്ക് തിരിക്കുന്നു. നെഞ്ചില്, കോളർ ബോൺ ഇങ്ങനെ ടച്ച്. ഈ പ്രയാസം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കും. ഒരു പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ടച്ച് ചെയ്യാം. ഡീപ്പായി ബ്രീത്ത്. എല്ലാവരും ഡീപ്പ് ബ്രീത്ത് സ്ട്രൈറ്റ്. ഡീപ്പായി ബ്രീത്ത്. ഡീപ്പായി ബ്രീത്ത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബോഡിയിലെല്ലാം എനർജി വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ? യെസ്. പുതിയ ആൾക്കാർ പറയും, EFT ചെയ്യാത്തവർ പറയും. ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബോഡിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? EFT ചെയ്യാത്തവർ പറയും. അല്ല, EFT ചെയ്യാത്ത ആളുകൾ. ചെയ്തവർക്ക് എന്തായാലും അത് എക്സ്പീരിയൻസ് ആണ്, സ്ഥിരം ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോ ഇതേപോലെ നമ്മുടെ ബോഡിയിൽ 16ഓളം പോയിന്റ്സ് ഉണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് തെറാപ്യൂട്ടിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബ്ലോക്കുകൾ കംപ്ലീറ്റ് പൊട്ടിപ്പോയി നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഫ്രീഡം അനുഭവിക്കും. പഠിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പൂർണ്ണമായുള്ളൊരു ഒരു ഫ്രീഡത്തിലേക്ക്, അപൂർണതയിലേക്ക് എത്തി മികച്ച റിസൾട്ട് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതുതായി ഇത് കേട്ട ആളുകൾ എന്ത് ചെയ്യാം, കിട്ടിയത് വെച്ചിട്ട്, കിട്ടിയ അറിവ് വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പോയിന്റുകൾ വെറുതെ ടച്ച് ചെയ്താൽ പോലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. വെറുതെ ടച്ച് ചെയ്താൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും. ആ ഭാരം, അതെ, ഭാരം ഇറങ്ങിപ്പോയി. അത് മുഴുവൻ പോയിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ പ്രാക്ടീസിലൂടെയാണ് കംപ്ലീറ്റ് പോവുക. തുടക്കം മാത്രമാണ്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കും. കുറെ ആളുകൾ അല്ലെ, 950ഓളം ആളുകൾ ഇന്ന് സെഷനിൽ വന്നിട്ടുണ്ട്. എല്ലാവരോടും എന്റെ സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ്, സ്നേഹം അറിയിക്കുകയാണ്. ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെ, സംസാരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ബോഡി ടച്ചിങ് എന്തോ ഒരു സുഖം. അതെ, ബോഡി ടച്ചിങ് എന്ന ടാപ്പിംഗ് ആണ്. ഭയങ്കര സുഖമുള്ള പ്രാക്ടീസ് ആട്ടോ. നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ്, നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, വലിയ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ മൈൻഡ് മാസ്റ്ററിയുടെ
മൂന്നാമത്തെ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ബാച്ചാണ്. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എൻ്റെ സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത തീരുമാനം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തവരുണ്ട്, എനിക്കറിയാം. എല്ലാവരോടും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇനിയും തീരുമാനിക്കാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇന്ന് ഈവനിങ്ങിനുള്ളിൽ തീരുമാനം എടുക്കുക. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ഇല്ല. അതാണ് ഇന്നത്തെ കഴിഞ്ഞിട്ട് പറയാം നാളെ പറ്റുമല്ലോ, ഇല്ല. കാരണം നമുക്ക് അത്രയും നിർബന്ധമുണ്ട്, നിങ്ങൾ ലൈവായിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ട് തീരുമാനം എടുക്കുക, വൈകാതിരിക്കുക. പരമാവധി നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, EFT ഞാൻ കൊടുത്ത എൻ്റെ എമൗണ്ട് ആണ്. അന്ന് ഞാൻ 3000 രൂപ കൊടുക്കാൻ വേണ്ടി മടിച്ചത് എനിക്ക് ഇപ്പോഴും അറിയാം. 3500 രൂപ എന്നെ ഞെക്കി പിഴിയുന്ന പോലെ എനിക്ക് തോന്നിയത് അന്ന്. പക്ഷേ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ മുന്നിൽ ഇതേപോലെ ഇരിക്കുന്ന ഒരാളാകുമായിരുന്നില്ല. അത് വളരെ ചെറിയ വളരെ 1% എത്ര പറയാം, അതിലും എത്രയോ താഴെയാണ് എൻ്റെ ലൈഫിൽ. അത്രയും ചെറിയൊരു എമൗണ്ട് മാത്രം. കാരണം അത്രയും വലിയൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ ലൈഫിൽ അതിനോട് വന്നതെങ്കിൽ. 10 വർഷത്തോളായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ വേണോ? 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്. EFTയിൽ 6000-ലധികം ക്ലയൻസിനെ മീറ്റ് ചെയ്ത ആളാണ് ഞാൻ. എക്സ്പീരിയൻസ് ഉണ്ട്. അത് എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. 12 ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നൽകാൻ പോകും. ഡയറക്റ്റ് ആയിട്ട് എന്നിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അത് ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെ, ഉടനെ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കണക്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇന്ന് തീരുമാനിക്കാം. ക്യാഷ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ വിഷ്വൽ ചെയ്യാം. കാരണം ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. ക്യാഷ് ഞാൻ പലപ്പോഴും ഗോൾഡൊക്കെ വിറ്റിട്ടാണ്, എൻ്റെ വൈഫിന്റെ ഗോൾഡ് വരെ വിറ്റിട്ടുണ്ട് പല കോഴ്സിനും പോയി. പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സ്വയം ചിന്തിക്കാം, എൻ്റെ ലൈഫിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നല്ല. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആളുകൾ, ടീം മെമ്പേഴ്സ് ഉണ്ട്, കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്. നിങ്ങളെ കണക്ട് ചെയ്ത കുറേ കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്. അവരൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാം. തീരുമാനം ക്യാഷ് അല്ല ഇഷ്യൂ കേട്ടോ. ക്യാഷ് അല്ല, നിങ്ങളുടെ മൈൻഡാണ് ഇഷ്യൂ. ക്യാഷ് വരും. കാരണം ഞാനും വിചാരിച്ചത് ക്യാഷ് ആണ് ഇഷ്യൂ എന്നാണ്. ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഇന്ന് 10 മണിക്ക് 5 ലക്ഷം കിട്ടണം, ഹോസ്പിറ്റലിൽ കെട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പ്രശ്നത്തിലാണെന്ന ആ 5 ലക്ഷം നിങ്ങൾ സംഘടിപ്പിക്കൂലെ? എന്റെ ചോദ്യം ഇതാണ്. 10 മണിക്കുള്ളിൽ 5 ലക്ഷം കിട്ടിയില്ല, നിങ്ങളെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘടിപ്പിക്കൂലേ? ആ ക്യാഷ് ആണോ പ്രശ്നം, അതോ നിങ്ങളുടെ ജീവനാണോ പ്രശ്നം? എന്താ പ്രശ്നം? ജീവനാണ് അല്ലേ? എന്നാൽ ആ 5 ലക്ഷത്തിന്റെ 1% പോലുമില്ല നമ്മളുടെ ഫീസ്. അതാദ്യം മനസ്സിലാക്കാം. ഇന്ന് കിട്ടാൻ പോണത് ലൈഫാണ് കേട്ടോ. അത് മാത്രം ആലോചിക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ ചോയ്സ് കേട്ടോ. പറയേണ്ടത് പറയാന്നുള്ളതാണ്. നിങ്ങളെ മരുന്നില്ലാത്ത ജീവിതാഗ്രഹം ഉണ്ടോ? മരുന്ന് ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ? മേലിൽ മരുന്ന് കൊടുക്കേണ്ടി വരില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അല്ലേ? നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകണം. ആഗ്രഹം ഉണ്ടെങ്കിൽ പറയേണ്ടത് പറയണല്ലോ, അത്രേ ഉള്ളൂ. ബാക്കി ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി സംസാരിച്ചോളൂ. ആരാണ് വെച്ചാല് അവിടെ ഹാൻഡ് റൈസ് ചെയ്തവരുണ്ട്. ചിലക്കാർ ചോദിച്ചേ, എന്നോട് ഒരാൾ ചോദിച്ചാണ്, സാർ ഇതുവരെ എവിടെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാനിത് പറഞ്ഞെന്നാണ്, നീ പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്, ഷമീറാണ് 25 ബാച്ച്. ഷമീർ, ഞാൻ സൂം യൂസർ കണ്ടപ്പോ മനസ്സിലായത് പെട്ടെന്ന്. ഓക്കെ സാർ, ആദ്യം തന്നെ ഇന്ന് തുടങ്ങാൻ പോകുന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിജയാശംസകൾ നേരുന്നു. ഒരു വർഷം മുന്നേ ഇത്ര ഒരു ചിന്താഗതി ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ 11,000 ജില്ലവർക്കും നഷ്ടമാവും. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ അന്ന് എത്ര കൊടുത്താലും മതിയാവൂല എന്നുള്ളൊരു തോന്നൽ വരുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് വോയിസിൽ വന്നത്, ഒരു വർഷം മുന്നേ ഞങ്ങൾ EFT ചെയ്ത ആൾക്കാരാണ്. ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ 25 ബാച്ച് ചിരിയും കളിയും എന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് നിലനിർത്തി പോലും. അതിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ സാറോട് ആർക്കാണോ ഫസ്റ്റ് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്, ഞങ്ങളുടെ ഒക്കെ സന്തോഷം സാറിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ ഇന്ന് വോയിസിൽ വന്നത്.
25 ബാച്ച് ചെയ്ത എല്ലാ സഹോദരും ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ ആ പ്രാക്ടീസ് നിലനിർത്തി കൊണ്ടുവരികയാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഇന്ന് എന്തെല്ലാം വിഷയങ്ങൾ എടുത്തോ, നമുക്ക് പ്രയാസകരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളായ ആൻസൈറ്റി ആയിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ ഈ ക്ലാസ്സിലൂടെ സാധിച്ച്, അന്ന് ഞങ്ങൾക്ക് ഇന്ന് പലരും ചിന്തിക്കുന്ന പോലെ ചിന്താഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ ഒരു നഷ്ടവും പകരം സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രപഞ്ച സിദ്ധാവിനോടും അതുപോലെ തന്നെ റഫീഖ് സാറിനോടും ഹിജിയ പ്ലാറ്റ്ഫോമിലെ ഓരോ അംഗങ്ങളോടും ആ നന്ദി ഞങ്ങൾ വീണ്ടും വീണ്ടും സാറെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഓൾ മെമ്പേഴ്സിന്റെ 25 ബാച്ച് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ, ചിരിയും കളിയും ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരന്മാരുടെയും ആ സന്തോഷം, ആ ഗ്രാറ്റിറ്റ്യൂഡ് സാറിനെ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കാണോ ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത് അവരത് പറയാന്നുള്ളത്. താങ്ക് യു. വലിയ സന്തോഷമുണ്ട് ഷമീർ ഭായ്, വലിയ സന്തോഷമുണ്ട്. വലിയ ലീഡർഷിപ്പാണ് നിങ്ങളവിടെ ചെയ്യുന്നത്. വലിയ സാമൂഹ്യ ദൗത്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരു വർഷമായിട്ട് അതിനെ കൊണ്ട് ഇത്രയും മനോഹരമായിട്ട്, എനിക്കറിയാം കളിയും ചിരിയും ഗ്രൂപ്പ് നിങ്ങൾ തന്ന അംഗീകാരം ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ, ഹൃദയത്തിൽ നിങ്ങൾ തന്ന ആ സാധനം ഉണ്ടല്ലോ, ഞാനിപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ വലിയൊരു ഫീലാണത്. നമ്മൾ 25th ബാച്ച്, ഓരോ ബാച്ച് കിട്ടോ, ഞാനൊരു ബാച്ച് പറയും മറ്റുള്ളവർക്കൊന്നും വിചാരിക്കരുത്. എല്ലാ ബാച്ച് 26, 27, 28 എല്ലാ ബാച്ചുകളും അങ്ങനെ വലിയ സന്തോഷങ്ങളാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ സാർ, താങ്ക് യു. നല്ലൊരു ഫാമിലിയാണ് കിട്ടുന്നത്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ലൊരു ഫാമിലിയാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആരെ കണ്ടത്? യെസ്, പെട്ടെന്ന് പറയൂ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗിൽ തന്നെ സാറിനെ കണ്ടപ്പോൾ ഭയങ്കര എനർജിയും സന്തോഷവും. സെലീനയാണ്. ഇവിടെ കുറച്ചുപേര് ടൈപ്പ് ചെയ്തിട്ട് കണ്ടു ക്യാഷ് ആണ് ഇഷ്യൂ എന്നൊക്കെ. ഞാൻ ഇതിലോട്ട് വന്നിട്ട് 10 മാസമായി. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വേദിയിൽ വന്നിട്ട് പറഞ്ഞതാണ്. ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ കോഴ്സിലേക്ക് വന്ന ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മൈഗ്രെയിൻ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അതുപോലെ ആൻസൈറ്റി, എനിക്ക് എന്റെ നേരെ ഒരാൾ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇന്നൊരു ട്രെയിനറാണ്. ഞാൻ ഇതിലോട്ട് വന്നപ്പം എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ട്രെയിനർ ആവുക എന്നുള്ളത്. അപ്പൊ ഇതിലോട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഒരു 1000 ആളെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് ഇന്ന്. നാലാളോട് നിന്ന് സംസാരിക്കാൻ പേടിയുള്ള ഞാനായിരുന്നു. അൽഹംദുലില്ലാ, പ്രപഞ്ചനാഥന് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, പിന്നെ പ്രിയ ഗുരുവിന്. എന്നെ ഇങ്ങനെ ആക്കാൻ കാരണക്കാരൻ സാറാണ്, പ്രപഞ്ചനാഥനും. അൽഹംദുലില്ലാ. താങ്ക് യു സാർ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. നിങ്ങളുടെ അച്ചീവ്മെന്റിന് എല്ലാവിധ ആശംസകൾ. ഇനിയും ഒരുപാട് വളരട്ടെ, ഉയരട്ടെ. താങ്ക് യു. ഓക്കെ, പറയൂ. സമയം ഒരുപാടായിട്ടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. 28th ബാച്ചിലെ ഹലീമയാണ്. എനിക്കിപ്പോ ഹാൻഡ് റൈസ് ചെയ്യാൻ അൺമ്യൂട്ടാക്കി തന്നതിന് വളരെ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ആദ്യം തന്നെ ഇത്ര ആളുകളുടെ ഇടയിൽ ഞാൻ എപ്പം ആഗ്രഹിച്ച് ഹാൻഡ് റൈസ് ചെയ്യുന്നു അപ്പോഴെല്ലാം എനിക്ക് അൺമ്യൂട്ട് കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. പിന്നെ ഞാനിപ്പം ഇതിൽ വന്നത് മറ്റുള്ളവർ വിചാരിക്കും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആയിരിക്കും സാറെന്ന്. ഒരിക്കലും ഞങ്ങളെ കൊണ്ട് സാറ് പറയിപ്പിക്കുന്നതേ അല്ല. ഞങ്ങൾ കോഴ്സ് ചെയ്ത ആളുകളാണ്. കോഴ്സ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു. ഞാൻ ഈ പറഞ്ഞ കണക്ക് സാറിനോട് ഇത് കണക്ക് ക്ലാസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് പൈസയുടെ വിഷയം. അന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്ത്, അന്ന് ക്ലാസ് തുടങ്ങുമായിരുന്നു ഇതുപോലെ. ഒരു ദിവസം മോർണിംഗിൽ ഈ ക്ലാസ് തുടങ്ങുന്ന അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പോ പറഞ്ഞ് പൈസ എനിക്ക് ഇല്ലാന്ന്. ഇപ്പം വേറൊരു മാം ഇതുപോലെ പറഞ്ഞ കാശല്ല പ്രശ്നം. അന്ന് ഞാൻ വിഷ്വൽ ചെയ്ത് എനിക്ക് അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ, 3ാമത്തെ ദിവസം 2ാമത്തെ ഗഡു അടയ്ക്കാൻ പറ്റി. അങ്ങനെ ജോയിൻ ചെയ്ത വ്യക്തി. അതുകൊണ്ട് പറയാ, ഒരു മനുഷ്യരും ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ കയറിയാൽ നമ്മുടെ എല്ലാ വിഷമവും മാറും. ആദ്യം തന്നെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല തലവേദനയായിരുന്നു.
ക്ലാസ് കയറാൻ പോകുമ്പോഴേ ഈ തലവേദന ഇങ്ങനെ വരും. ക്ലാസ്സിന് കയറാനേ തോന്നത്തില്ല, ഭയങ്കര മടിയാ. എന്നാലും കയറി ആ തലവേദനയാണ് ആദ്യം ഞാൻ ഹീൽ ചെയ്തത്. എനിക്ക് ആ തലവേദന പിന്നെ വന്നിട്ടില്ല. വരും, ഇടയ്ക്കൊക്കെ വരത്തില്ലെന്നല്ല, സാറ് പറയുന്ന കണക്ക് നെഗറ്റീവ് തോട്ട്സും തലവേദന, പനി, ഇതെല്ലാം നമുക്ക് വരും. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് നമ്മൾ. ഇതിലൂടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്ലാസ്. ആ തലവേദന എനിക്ക് മാറി പൂർണ്ണമായിട്ട്. ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് എന്റെ ബാഗിൽ ഒരു ഗുളിക ഇട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ആ ഗുളികയുടെ പേര് പോലും ഞാൻ മറന്നുപോയി. വേദനയുടെ ഏറ്റവും കൂടിയ ഗുളികയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഗുളിക കഴിക്കല്ലേ കഴിക്കല്ലേ, എങ്കിലും ഞാൻ കഴിക്കുമായിരുന്നു. അത് എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ഒരു ചുമ ഉണ്ടായിരുന്നു, അത് പിന്നെ എന്നെ ഹാജറ മാം ആയിരുന്നു, മാം എന്നെ വിളിച്ച് നേരിട്ട് എനിക്ക് മൂവി ടെക്നിക്ക് ചെയ്ത് തന്ന ആ ചുമ മാറി. അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് ക്യാഷ് പിന്നെ എന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞിട്ടേ ഇല്ല സാർ. ഇപ്പൊ ആര് ക്യാഷ് ചോദിച്ചാലും കടം കൊടുക്കാൻ എനിക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. എനിക്ക് അതാ ഏറ്റവും വലിയ സത്യം. പിന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ പിന്നീട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു. EFT വന്നതിന് ശേഷം എന്തും വേണമെന്ന് വിചാരിച്ചിട്ട് അത് അന്നേരം സാധിക്കാന് അത് ഞാൻ നേടിയിരിക്കും. സാറ് പഠിപ്പിച്ച് അത് നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് പഠിപ്പിച്ച് അത് സത്യമായിട്ട് അത് കിട്ടുന്നുണ്ട്. ഓരോ കാര്യം ഓരോന്ന്. അതുപോലെ ഇപ്പൊ ഞാൻ സാറിനോട് ഇന്നാള് പറഞ്ഞായിരുന്നു ദുബായി പോയാൽ ഞാൻ ടിക്കറ്റ് എടുത്തു വെച്ചിരിക്കുകയാണെന്ന്. അതും സാധിച്ചു. നമുക്ക് ഒരിക്കലും കഴിയത്തില്ലെന്ന് വിചാരിക്കുന്നതാ പുറം രാജ്യത്തൊന്നും പോവാന്. അതും സാധിച്ചു അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ EFT സാധിച്ചു. റഫീഖ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അള്ളാഹുവിനും ഇതിലെത്തിപ്പെടാൻ പറ്റിയ പ്രപഞ്ചനാഥനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ് ഏറ്റവും വലിയ സാർ പഠിപ്പിച്ച ഗുണം. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് കൗൺസിൽ ചെയ്യാൻ എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ച് കൗൺസിൽ ചെയ്യാൻ അറിയോ, ഇങ്ങനെ മെസ്സേജുകളും സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഒരാൾക്ക് ഇന്നലെ കൗൺസിൽ ചെയ്ത് കൊടുത്ത്. ഒരു മനുഷ്യനോട് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വരാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അതെല്ലാം മാറി. ഇപ്പൊ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ പറയിപ്പിക്കുന്നതാണ്, ഒരിക്കലും അല്ല. മടിച്ചു നിൽക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ അനുഭവം കൊണ്ട് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കണ്ട. EFT വരാം. EFT വരുന്നതിൽ എല്ലാവർക്കും ഗുണമല്ലാതെ ഒരു ദോഷവും ഇല്ല. അവരുടെ ജീവിതം. ഓക്കെ, താങ്ക് യു അലിമ മാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫീഡ്ബാക്ക് പറയുന്നവർ എല്ലാവരും സാമ്പത്തികം ഉള്ളവരല്ലേ? സാമ്പത്തികം ഉള്ളവർ പിന്നെ ഇതിലേക്ക് അല്ലെ, അതിന്റെ ആവശ്യമില്ലല്ലോ. സാമ്പത്തികം ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് അത് അതിന് വഴി കണ്ടെത്തിയിട്ട് പിന്നെ സാമ്പത്തികം ഉയർത്തിയ ആളുകളാണ് അല്ലെ? സ്വർണം എനർജി കൂടുന്നു. വെരി ഗുഡ്. യെസ്, ഞാനാണ് പറയുന്നത്. പെട്ടെന്ന് പറയൂ കേട്ടോ, ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ട്. എന്താ ചെയ്യാ? മോർണിംഗ് സാർ. ഗുഡ് ഗുഡ് മോർണിംഗ്. പിന്നെ ആദ്യമായിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന എന്റെ മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി, ഒരുപാട് സന്തോഷം, നല്ല ആശംസ അർപ്പിക്കുകയാണ്. അതായത് ഞാനിപ്പോ 1 വർഷത്തോളമായി, ഇതിപ്പോ അടുത്ത മാസം 1 വർഷം തികയാണ്. ഞങ്ങളെ 26 ബാച്ചാണ്, അറിയാലോ സാറിന്. 26 എനർജി ഗ്രൂപ്പ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തു. പഴയതിനേക്കാൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രാക്ടീസുകളും മെഡിറ്റേഷനും ആയിട്ട് ഒരുപാട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഹൈലി എനർജി ആയിട്ട്. അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സാർ. ഒരുപാട്. കാരണം ഇത്രയും ഒരു വലിയൊരു ടെക്നിക്ക് നമുക്ക് ജീവിതത്തിൽ, ഞാനൊക്കെ 1 വർഷം മുമ്പേ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നമ്മളിങ്ങനെ നല്ല ഷർട്ട് ഇടുന്നു മറ്റേ അങ്ങനെ ചെയ്യുന്നതല്ല, നമുക്ക് നമ്മളെ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് വേണ്ടി ചെയ്തപ്പം സത്യം എത്ര കോടികളും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ കിട്ടാത്ത റിട്ടേൺസ് ആണ് എനിക്ക് ഇതിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര പറഞ്ഞാലും തീരില്ല. വളരെ സന്തോഷമാണ്. ഈ 4 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം തുടർച്ചയായിട്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. വളരെ അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ സാറാ ചെയ്ത മനസ്സാ നന്മ കൊണ്ട് ഇന്ന് ആ പബ്ലിക്കായിട്ട് സാറാ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആ സാറിന്റെ എത്രത്തോളം വലിയ നന്മ, എത്രത്തോളം വലിയ മനസ്സാണ്. ആ ഒരു എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ആളുകൾക്ക് ഒരുപാട് പ്രചോദനങ്ങളും ഒരുപാട് നന്മകളുമാണ് സാറ് എന്നിട്ട് വാരി വിതറുന്നത്. അതൊക്കെ ഒരുപാട് ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്ന് നന്ദി. എന്റെ എനർജി ഗ്രൂപ്പിന് വേണ്ടിയിട്ടും 26 എനർജി ഗ്രൂപ്പിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു ഷാനവാസ്. വലിയ സന്തോഷമുണ്ട്. 26 ബാച്ചിന്റെ ഒരു ഗ്രേറ്റ് ലീഡർഷിപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഇത്തരം ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. ഇപ്പൊ എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. ഇനിയുണ്ട് കുറെ ആൾക്കാർ സംസാരിക്കാനില്ലേ? ശരിക്കും പറയാമോ? ടൈം നീട്ടുന്നില്ല.
സൗദിയിലെ ആളുകൾ എങ്ങനെയാ പങ്കെടുക്കുക കേട്ടോ? ഇന്ത്യൻ സമയം അസ്സലാമലൈക്കും. രാത്രി, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ വന്നോണ്ടെന്ന് പറയാം. ഇന്ത്യൻ സമയം രാത്രി 7:30-ക്കാണ്. അപ്പൊ സൗദി ടൈം നോക്കിയാൽ മതി. 7:30 to 9:00 ഇന്നാണ് നമ്മുടെ സെഷൻ ആരംഭിക്കുന്നത്. 7:30 വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. 7:35 അവസരമില്ല. കാരണം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ഇല്ല, ക്ലോസ്ഡ് ആണ്. പിന്നെ അടുത്ത ബാച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എനിക്ക് സൂചിപ്പിക്കാൻ എന്താ, ക്ലാസ്സിൽ തുടക്കം മുതലേ എന്റെ മുന്നിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ആദ്യമായി സംസാരിക്കുന്ന വാക്ക് മുതൽ നിങ്ങൾ എന്റെ മുന്നിൽ വേണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ എന്താണ്, ഫീസിന്റെ കാര്യം ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണക്ട് ചെയ്തോളൂ, സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. ചോദിച്ചോട്ടെ സാർ? പറയൂ. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സംശയം ചോദിക്കാണ്. സാറ് നമ്മളെ രോഗത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിലുള്ളതാണ് രോഗങ്ങളായിട്ട് പുറത്തു വരുന്നതെന്നുള്ളത്. അതെ. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വരുന്ന കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഇതൊക്കെ അവര് എങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ വരല്? അത് മുതിർന്നവരുടെ ബിലീഫ് സിസ്റ്റം ആണ്, വിശ്വാസങ്ങളാണ് കുട്ടികളെ ബാധിക്കുന്നത്. കുട്ടികളുമായി ഉണ്ടാകുന്നത് മുതിർന്നവർക്ക്, ഇപ്പൊ എന്റെ മക്കൾക്ക് ഞാൻ EFT പ്രാക്ടീസും ചെയ്യുന്നില്ല. ചിലർ ചോദിക്കും, മക്കൾക്ക് ചെയ്യുന്നത് ആദ്യമൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ മക്കൾക്ക് അത് ഡയറക്റ്റ് കിട്ടുകയല്ലോ എനർജി. ഒരു രോഗം അവർക്ക് ഉണ്ടാവാറ്. എന്റെ ഫാമിലിയിൽ പോലും എന്റെ മക്കള്, അവർക്ക് അത് വെച്ചാൽ നമ്മൾ എന്താണോ അത് നമ്മൾ മക്കൾക്ക് എനർജി നേരെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ ശരിക്കും ഇതിലേക്ക് വരിക കേട്ടോ. ശരിക്കും മനസ്സിലാവും. അത് എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, പെട്ടെന്നൊന്ന് പറയൂ കേട്ടോ. ഹലോ സാർ. ഹായ്. ഞാൻ 25th ബാച്ചിലെ ചേർന്നുണ്ടാവും ഷെരീഫ. അല്ല, ശബ്ദം ഒന്ന് കൂട്ടാവോ? ഓക്കെ. അപ്പോ ഞങ്ങള് ഇതിൽ ചേർന്നതിന് ശേഷം എനിക്കൊരുപാട് ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അതൊക്കെ ഒരുപാട് മാറിയ ശരീരവേദനയും മേലുവേദനകളൊക്കെയാണ്. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മാറി പോകുന്നുണ്ട്. അത് മാറി അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാല് 1-2 ദിവസം ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ ദിവസം മരുന്ന് കഴിക്കണം, കുറെ ദിവസമൊക്കെ കൊണ്ടു നടക്കണം. ഇപ്പൊ അത് ഈ ടൈപ്പിങ്ങിനോണ്ട് പെട്ടെന്ന് അതൊക്കെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങള് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മനസ്സിൽ നമ്മള് ആഗ്രഹിച്ചതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ്, ഷമീർ ക്യാപ്റ്റനായിട്ടുള്ള ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കി. അതിൽ കൂടെ തന്നെ നല്ലൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് കിട്ടി. ഷമീർ എല്ലാ ദിവസവും ഞങ്ങൾക്ക് മെഡിറ്റേഷനും ക്ലാസ് എടുത്തു തരുന്നുണ്ട്. ഒരു സാറ് ഇരുന്നിട്ട് ചെയ്യണ പോലെ തന്നെ ഷമീർ ഞങ്ങൾക്ക് നല്ലൊരു അഫർമേഷനും എല്ലാ ദിവസവും ഓരോ വിഷയം വെച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു മറന്നു പോകില്ല, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷമീർ അത് അത്രയും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. പടച്ചവനോട് നന്ദി പറയണം. പിന്നെ ഇതുപോലെ കാശിന്റെ കാര്യം ഞാനും കുറച്ച് പറഞ്ഞു, പക്ഷെ അതൊരു നഷ്ടമായിട്ട് തോന്നണില്ല. വളരെ നല്ല ക്ലാസ്സാണ്. ആരാലും ചേരാൻ ആഗ്രഹിക്കുന്നവർ ചേർന്നാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെ മനസ്സിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറാനും നമ്മളെ ആരോഗ്യം തന്നെ മെച്ചപ്പെടാനൊക്കെ വളരെ നല്ലൊരു ഇതാണ്. അൽഹംദുലില്ലാ. അപ്പോ താങ്ക് യു. രണ്ടാം ദിവസം സാറ് എടുത്ത ക്ലാസ്സില് പിന്നെ പറഞ്ഞു പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നീട്ടി വെച്ച് പോകാൻ നോക്കുമ്പോൾ പിടിച്ചു വെക്കുന്നു. ശരിയാണ്. അപ്പൊ എന്റെ മരുവിന്റെ ഒരു കടയിൽ 2 വർഷമായി ഞാനും അതില് ഇൻവോൾവ് ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു വിധത്തിലും ഈ പറഞ്ഞതുപോലെ പല ഇഷ്യൂസുകൾ കൊണ്ടും മുടങ്ങി കിടക്കുകയാണ്. ഇപ്പൊ ക്ലാസ് കേട്ട് വിടാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് അതിലേക്ക് ജോയിൻ ചെയ്ത് അവനോട് സഹകരിച്ച് എനിക്കും മുന്നോട്ട് പോകണം. ഇപ്പൊ ഒരു ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. പെൻഷൻ പറ്റിയ ഒരാളാണ്. 28ാം ബാച്ചില് EFT ചെയ്ത ആളാണ്. അതിന് കുറച്ച് ഉപകാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തുടരാൻ കഴിയുന്നില്ല, പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ വലത്തെ കാലിന് രാവിലെ എണീക്കുമ്പോൾ നീരൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് എവിടെയെങ്കിലും താക്കിയിട്ടാലോ യാത്ര ചെയ്താലോ നല്ല കട്ടിയുള്ള നീരുണ്ട്. അപ്പം ഇതിന്റെ മാമിനോട് പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത് മാറ്റാൻ കഴിയും. പക്ഷെ അതങ്ങനെ വിചാരിച്ചതുപോലെ അങ്ങ് മാറ്റാൻ കഴിയുന്നില്ല. അത് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാണ്ട് വെച്ചിട്ടാ ഉള്ളത്. എന്താ ചെയ്യേണ്ടത്? ആ കച്ചവടം എങ്ങനെ തുടങ്ങും? ഈ കാലിന്റെ നീരെങ്ങനെ മാറ്റും? ഇതിലുള്ള എല്ലാവർക്കും
എല്ലാ ദീർഘായുസും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നവരപ്പോ സാറെ 120 വയസ്സ് വരെ ഇതേ ആരോഗ്യത്തോടെ റഫീഖ് സാറേയും കുടുംബത്തെയും ഇതിലുള്ള എല്ലാ PCയെയും എല്ലാ അംഗങ്ങളെയും ഇതിലുള്ള ചേർന്ന എല്ലാ അംഗങ്ങളെയും അള്ളാഹു ദീർഘായുസോടെയും ആരോഗ്യത്തോടെയും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിനൊരു മറുപടി ഉപദേശിക്കുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോ അവരൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അവരുണ്ടായ ആശ്വാസം അത് 100% റിസൾട്ടിലേക്ക് പ്രാക്ടീസിലൂടെ എത്തണം കേട്ടോ. 28 ബാച്ചിലെ ആളാണ്. വലിയ സന്തോഷം കേട്ടോ. നിങ്ങളെ എനർജി എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോവുക. വലിയ മാറ്റങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഓക്കെ, അപ്പോ കൺഗ്രാറ്റുലേഷൻ. എല്ലാവർക്കും എന്റെ സന്തോഷം അറിയാം. നമുക്ക് ഇനി സംസാരിക്കണം. കുറെ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തവരുണ്ട്. സംസാരിച്ചാൽ ഇനിയും സമയം മുന്നോട്ട് അതുകൊണ്ടാണ്. പെട്ടെന്ന് പറയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വളരെ അത്യാവശ്യമായിട്ട് പറയാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ നാസർ വേങ്ങര, സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇന്നലെ രാത്രി ഞാൻ കച്ചവടത്തിനടിക്ക് രാത്രി ഏകദേശം ഒരു 1 മണി 1:30 സമയത്ത് എൻ്റെ ഭാര്യ വിളിച്ചു. എൻ്റെ ചെറിയ മകള് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കുറെ സമയം തുടങ്ങിയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇതുപോലെ നിരന്തരം ടാപ്പിംഗ് ചെയ്തു. അൽഹംദുലില്ലാ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ കുട്ടിന്റെ കരച്ചിൽ മാറി. കുട്ടിന്റെ എല്ലാ കരച്ചിലും മാറി. കുട്ടി ലാസ്റ്റ് ഉറങ്ങി. കുറെ ആളുകൾ വിചാരിക്കും ഇതെന്തും എന്തും മായാജാലാണ്. പുതിയ ആൾക്കാർ കേൾക്കുമ്പോഴേ എനർജി ഇവിടെ നിന്നിട്ട് എത്രയോ ദൂരം നിൽക്കുന്ന ആ കുട്ടിന്റെ കരച്ചിൽ മാറാൻ 3-4 മണിക്കൂർ നേരമായിട്ട് കരച്ചിൽ തന്നെ. അങ്ങനെ മകളോട് ഇരുന്ന് കണ്ട് കുട്ടീനെ അങ്ങനെ എടുത്ത് നടക്കുകയാണ്. ആ സമയത്ത് ഈ സമയത്ത് എന്താ ചെയ്യാന്നുള്ളത് അല്ലെ, അവിടെയാണ് ദ പവർ ഓഫ് EFT. നമ്മളത് ഒന്നും അറിയില്ല. ആ സമയത്ത് എനിക്ക് തോന്നി ടാപ്പിംഗ് ചെയ്ത് നോക്കാന്നുള്ളത്. ആ നമുക്ക് ടാപ്പിംഗ് ചെയ്തു. അൽഹംദുലില്ലാ സമയത്ത് കുട്ടിക്ക് പിന്നീട് ഇറങ്ങി എല്ലാം സുഖമായി. ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഓക്കെ, ആരെങ്കിലും ഡീറ്റെയിൽ ഇനി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ക്യാഷ് എന്നുള്ളത് ചില ആൾക്കാർ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാനും ആദ്യമൊക്കെ ചിന്തിച്ച ആളാണ്. നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമ്മൾ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവസരങ്ങൾ കിട്ടും എന്നുള്ളതാണ്. തീവ്രമായി ആഗ്രഹിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരും. അങ്ങനെയാണ്. കാരണം പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം വിലമതിക്കാനാവാത്തതാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്ത എല്ലാവരും പറയുന്നുണ്ടോ? ബാക്കിയുള്ളവരാരെങ്കിലും? സമയം ഒരുപാട് ആയതുകൊണ്ടാണ് വീണ്ടും ഹാൻഡ് റൈസ് വരുന്നതാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഹാൻഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ വരാൻ പറ്റിയ അവസരത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ കിച്ചണിലാണ്, പോകാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് സാറ് ക്ഷമിക്കണം. എന്താണെങ്കിലും ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് ചേഞ്ചസ്. 3-4 ദിവസത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു സാറിന്റെ. ഏത് മനസ്സിനെയും എന്താണ് നല്ല മാറ്റം, നല്ല ചേഞ്ചസ് ഉണ്ടാക്കുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ തന്നത്. അതുപോലെ സാറിന്റെ മെഡിറ്റേഷൻ ഒരുപാട് മനസ്സിന് നല്ല ആവേശവും ഉന്മേഷവും എനർജിയൊക്കെ തരുന്നതാണ്. അൽഹംദുലില്ലാ സാറിന് ഞങ്ങൾക്ക് തന്നത് പടച്ചവന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ലല്ലോ സാർ. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ഇന്ന് ഇതിലേക്ക് കയറാൻ വേണ്ടിയിരിക്കുന്നവര് വലിയൊരു അനുഗ്രഹം കിട്ടിയവരാണെന്നാ പറയണത്. അവർക്ക് എന്താണെങ്കിലും ഒരുപാട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. EFT എന്ന് പറഞ്ഞാല് എല്ലാ അനുഗ്രഹങ്ങളാണ്. ഫുള്ള് നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാകും. ഞങ്ങളെല്ലാവരും അനുഭവസ്ഥരാണ്. ഞാൻ ഏകദേശം 1 വർഷമായി ഈ കോഴ്സിലേക്ക് ചേർന്നിട്ട്. അതിനുശേഷം അനുഗ്രഹങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മളെ ഏതൊരു കോഴ്സിൽ വന്നാലും നമുക്കത് വിട്ടുപോകുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ ഒപ്പം നിർത്തി നമ്മളെ ഏത് രൂപത്തിൽ പ്രൊട്ടക്ട് ചെയ്യാമോ അങ്ങനെ എല്ലാം റൈറ്റിലും ലെഫ്റ്റിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളിത് നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണം. ആരെങ്കിലൊക്കെ എന്നെ സംശയിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കയറി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഹെൽത്തിലും വെൽത്തിലും എല്ലാം ഒരുപാട് മാറ്റം എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പടച്ചവനാണ് ഇവിടെ നിന്ന് എത്തിച്ചത്. അതുപോലെ റഫീഖ് സാർ ചെയ്യുന്ന ഈ ഒരു പുണ്യം ഇതെത്ര ആരും മുമ്പ് പറഞ്ഞതുപോലെ 120 വയസ്സല്ല 150 വയസ്സ് വരെ സാറൊക്കെ ജീവിച്ച് ഇത് എല്ലാവർക്കും
പകർന്നു കൊടുക്കാൻ കഴിയണം. ഒരുപാട് മനസ്സുകളെ മുറിവേൽക്കുന്ന മനസ്സുകൾക്ക് ഒരുപാട് ആശ്വാസമാണ് സാറ്. എന്താണെങ്കിലും അതുപോലെ നമ്മുടെ ടീം, നമ്മുടെ PCS എല്ലാവരും വലിയ സപ്പോർട്ടീവാണ്. എന്റെ മാം തസ്ലീന മാം എല്ലാവർക്കും. സമയമില്ലാത്തതുകൊണ്ട്, സാറിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാഹ് ഖൈർ. വലിയ സന്തോഷം, കൺഗ്രാജുലേഷൻ. അപ്പോ ഇനി വൈൻഡപ്പ് ചെയ്യില്ല, നമുക്ക് ഇനി ഇങ്ങനെ ഹാൻഡ് റൈസ് പൊങ്ങിക്കൊണ്ടേ ഇരിക്കാന്നാ ചോദിച്ചത്. സീനത്ത് സംസാരിക്കുന്നോ? സീനത്ത് ടീച്ചറാണോ? വൈൻഡപ്പ് ചെയ്യില്ല, അടുത്ത ദിവസം ബാക്കി സംസാരിക്കാം അല്ലേ? അല്ല നല്ലത്. എനിവേ താങ്ക് യു സോ മച്ച്. സാറേ ഗുഡ് മോർണിംഗ്. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിർത്താനായിക്കൂല അല്ലേ? സാറേ വളരെ സന്തോഷം. നിർത്താണ്, പക്ഷെ ഞാൻ ഈ പൈസ ഇല്ലാന്ന് പറയുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് ഒരു വാക്ക്. സാറേ ഞാന് പിന്നെ ഫസ്റ്റ് സാറ് ക്ലാസ് കൊച്ചിയിൽ വെച്ച സമയത്ത് അന്ന് ഞാൻ അറിഞ്ഞ ആളായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ 10ാമത്തെ ബാച്ച് വരെ എനിക്ക് കയറാൻ പറ്റിയില്ല. 11ാമത്തെ ബാച്ചിനാണ് ഞാൻ കയറിയത്. പക്ഷെ 11ാമത്തെ ബാച്ച് മുതൽ ഇന്ന് വരെ ഞാനൊരു EFT ലോകർക്ക് സമ്മാനിക്കണ എൻ്റെ ഒരു സമ്മാനം, ആരെ കണ്ടാലും കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം EFT ആണ് സാറേ. മാത്രല്ല എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എപ്പോഴാണോ, ഞാൻ കറക്റ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങും. ഞാൻ കാണണം, എന്നിലേക്ക് അടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പൊ 2-3 ദിവസമായിട്ട് നിരന്തരമായിട്ട് അടുത്തോണ്ടിരിക്കണം സാറേ. എന്റെ ക്ലയൻസ് എന്ന് പറഞ്ഞാല്, ഞാന് ഒരു വീട്ടിൽ പോവലുണ്ട്. അവര് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ 1000 ദിർഹമൊക്കെയാണ് തരിക. അപ്പൊ കുറച്ചായിട്ട് അവര് എന്നെ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ മിഞ്ഞാന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അവരെ വീട്ടിലേക്ക് പോണതും അവരെ വീട്ടിൽ പോയിട്ട് ഞാൻ ആ ഈത്തപ്പഴത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണമൊക്കെ. ഇന്നലെ ഉച്ചക്ക് കറക്റ്റ് ഉണ്ട് 2 ഭാഗത്തുനിന്ന് 2 അറബികളുണ്ട് വിളിക്കണ്. അനത്തെ ഇജി ഫിലിയോന്ന് ചോദിച്ചാണ്ട്, ഇജി ഇന്ന് വരുന്നുണ്ടോന്ന് ചോദിച്ചാണ്ട്. അപ്പൊ ഞാന് കിടക്കണത് വേറെ ഒരു അറബിനെ ഞാന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കാല് 6 വർഷമായിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അറബി, മിംസിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അറബിക്ക് ഞാന് ടാപ്പിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മറ്റേ അറബി എന്നെ വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഞാനിങ്ങനെ സാറിനെ ഞാൻ എന്റെ മുന്നിൽ കാണുകയാണ് ആ ഓരോ നേരത്തും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി വന്നതാണ് സാറേ. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് തിരിച്ചുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എല്ലാവരിലേക്കും ഇത് എത്തിക്കാന്നുള്ളതാണ്. താങ്ക് യു സാറേ. താങ്ക് യു സോ മച്ച്. സീന ടീച്ചർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നാട്ടിലെ സ്കൂളായിരുന്നു, അവർ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അതിൽ മോചനം ഇപ്പൊ ദുബായിൽ അല്ലേ വലിയ രീതിയിൽ ആളുകൾക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷം. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് പങ്കെടുത്ത എല്ലാവർക്കും. ഇനിയും ഹാൻഡ് ചെയ്ത ടൈം ഞാൻ സേവ് ചെയ്യാണ്, കാരണം ടൈം കുറെ മുന്നോട്ട് കുറെ ആളുകൾക്ക് തിരക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനി അവസരം കിട്ടാത്തവർ അടുത്ത ദിവസം വരെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണാം, എല്ലാവരെയും കാണും, എല്ലാവരെയും നമുക്ക് സംസാരിക്കണം. എല്ലാ മീറ്റപ്പ് പ്രോഗ്രാമുകളൊക്കെ വരും കേട്ടോ. ഗോസെറ്റിന്റെ ആളുകൾ പറയാം, നമുക്ക് വീണ്ടും അഡ്വാൻസിന് മീറ്റപ്പ് നമ്മൾ നടന്നു, കുറെ ആൾക്കാരെ നമ്മൾ കണ്ടു. അതേപോലെ നമ്മൾ ഇനി കോഴ്സ് ചെയ്ത ആളുകൾക്ക് ഡിസംബറിൽ ഒരു ഗ്രാൻഡ് മീറ്റപ്പ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1500-2000 ആൾക്കാരൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഗ്രാൻഡ് ഇവന്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും നേരിൽ കാണാനും പരിചയപ്പെടാനും എല്ലാവർക്കും റിസൾട്ട് കിട്ടാനും എല്ലാവരുടെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടായി കാണാനും ആത്മാർത്ഥ ആഗ്രഹിക്കുന്ന വലിയ കൂട്ടായ്മയായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം. ദുബായിൽ അതാണ് നമ്മൾ ഇപ്പൊ തുടങ്ങി വെച്ചത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് പടർന്ന് പന്തലിക്കണം. എല്ലാ കിട്ടിയ ആളുകൾ അതിന്റെ മെസ്സേജ് മാക്സിമം ആൾക്ക് എത്തിക്കുക. ഓക്കെ, so once again thank you so much for being here in this 4 days stress relief program. ഇന്നത്തെ കലാശക്കൊട്ട് ഗംഭീരമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സന്തോഷം, നന്ദിയും സ്നേഹവും കടപ്പാട് അറിയിക്കുകയാണ്. ഓക്കെ, സി യു. ഇന്ന് രാത്രി കാണാം കേട്ടോ. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ ഇപ്പൊ തന്നെ കണ്ടു ചെയ്യാം കേട്ടോ. രാത്രി 7:30 നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. ബൈ. Sir, thank you. Thank you, sir.